വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ഡിസംബർ മാസം 29 വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 51 ക്ലാസ്സിലേക്ക് എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ മഹത്വ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എതിർ ക്രിസ്തുവിൻ്റെ ഭരണം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ചിന്തകളാണ് നാം ഈ ഭാഗങ്ങളിൽ ചിന്തിച്ച് നാം ഗ്രഹിക്കാനിടയാക്കുന്നത്. ഇത് ക്രിസ്തു ആരാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രിസ്തു സാധാരണ ഒരു മനുഷ്യജന്മം ആയിരിക്കുകയില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പഠനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. കാരണം ഈ പറയുന്ന 4 സാമ്രാജ്യത്വങ്ങളുടെ എല്ലാം കൂടിയുള്ള സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും അതുപോലെ ലോകത്തെ ഭരിക്കാൻ വേണ്ടതായ കഴിവുമുള്ള ഒരു വ്യക്തിയെ ഡിസൈൻ ചെയ്ത് ശാസ്ത്രലോകം എടുക്കും എന്നുള്ളതിന് സംശയമില്ല. ഇന്നത്തെ കാലത്ത് ഏത് വിധത്തിലുള്ള മനുഷ്യനെയും ഡിസൈൻ ചെയ്ത് ജനിപ്പിക്കത്തക്കവണ്ണമുള്ള ശാസ്ത്ര മികവുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ ലോക വളരെ സ്പീഡിലേക്ക് പോകുമ്പോൾ വളരെ അധികമായി വേഗത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുകൊണ്ട് വേഗതയുള്ള പുള്ളിപ്പുലിക്ക് സദൃശമായിരിക്കുന്ന വേഗതയുള്ള ഒരു വ്യക്തി വേണമെന്നുള്ളതും അതുപോലെ കരടി സമാനമായ ഉഗ്രമനസ്സിനുള്ള ഒരു വ്യക്തി ആയിരിക്കണം എതിർ ക്രിസ്തു എന്നുള്ളതും സിംഹതുല്യമായ ശക്തിയുള്ളവനും വമ്പു പറയുന്നവനുമായിരിക്കണം അവനെന്നുള്ളതും ഇരുമ്പ് പോലെ ഉഗ്രബലമുള്ളതും കോരനും അതിഭയങ്കരനുമായിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സാത്താൻ എങ്ങനെ മനുഷ്യരൂപത്തിൽ വരുമോ അതാണ് എതിർ ക്രിസ്തു. സാക്ഷാൽ ദൈവമായവൻ എങ്ങനെയാണോ മനുഷ്യനായി ലോകത്തിൽ വന്നപ്പോൾ യേശു ക്രിസ്തുവായി മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി വന്നതോ അതുപോലെ അതിനോട് തുലനം ചെയ്യാൻ വേണ്ടിയാണ് എതിർ ക്രിസ്തു അവൻ്റെ അവസാനത്തെ ആളായിരിക്കുന്ന ലോകഭരണത്തെ നിയന്ത്രിക്കാൻ വേണ്ടി എതിർ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രത്യേകമായിരിക്കുന്ന ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കാൻ ഇന്നത്തെ ശാസ്ത്രത്തിന് കഴിയും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. ക്ലോണിങ്ങിലൂടെ മറ്റുള്ള പല രീതിയിലും നമുക്കറിയാം കൃത്രിമമായിട്ടുള്ള മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂടുമ്പോൾ ഈ നമ്മളിന്ന് കാണുന്ന ഒന്നും അസാധ്യമായ കാര്യമല്ല, ഇതൊക്കെ സാധ്യമായി തീരും. എന്നാൽ നമുക്കറിയാം മനുഷ്യൻ എന്തെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണമെങ്കിലും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് രൂപമാറ്റം വരുത്തുവാനേ കഴിയത്തുള്ളൂ. അതല്ലാതെ സാത്താന് അവൻ്റെതായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയത്തില്ല. നമ്മളെവിടെയെങ്കിലും ഒരു ഡെക്കറേഷൻ ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും വലിയ നമ്മുടെ കണ്ണിനെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടന്നു ചെന്നാൽ കാണാൻ സാധിക്കുന്നത് മനുഷ്യനതിനെ പരുവപ്പെടുത്തിയെടുത്ത് അതിനെ വലിയ ആകർഷമാക്കി തീർത്തെങ്കിലും അതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ കരമാണുള്ളത്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന വസ്തുക്കളെ രൂപഭംഗപ്പെടുത്തി മാറ്റുകയാണ് ചെയ്തത്. നമുക്കറിയാം പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ വലിയ ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പലതും കണ്ണും ചിപ്പിക്കുന്ന പല കാര്യങ്ങളും സൃഷ്ടിച്ചു വയ്ക്കാൻ സാധിക്കും. ലൈറ്റ് കൊണ്ട് മറ്റുള്ള പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ സൃഷ്ടിതാവാൻ ദൈവത്തിലേക്ക് എത്തണം. മനുഷ്യന് സ്വയമായിട്ടൊന്നും ഉണ്ടാക്കി ചെയ്യാൻ കഴിയത്തില്ല. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന വസ്തുക്കളെ രൂപമാറ്റം നടത്തിയാണ് ചെയ്യുന്നത്. അതുപോലെ സാത്താന് സ്വന്തമായിട്ട് ഒരു വ്യക്തിയെ ലോകത്തിൽ ജനിപ്പിച്ചെടുക്കാൻ കഴിയത്തില്ല. എന്നാൽ അവനെ ഡിസൈൻ ചെയ്ത് ഏതാണോ അവൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു സൃഷ്ടി ഒരു മനുഷ്യൻ ലോകത്തിൽ വരേണ്ടത് അതിനുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ പ്ലാൻ ചെയ്ത് ഒരു വ്യക്തിയെ ലോകത്തിൽ ജനിപ്പിക്കും. അത് റോമൻ സാമ്രാജ്യത്തിൻ്റെ പിന്തുടർച്ചയോടുള്ള ബന്ധത്തിലായിരിക്കും അവൻ ജനിക്കുന്നത് എന്നുള്ളതും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയാത്തുന്നു. അതിന് തെളിവായി നാം ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 3-ാം വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ്. അതിൻ്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തു പോയി സർവ്വഭൂമിയും മൃഗത്തെ കണ്ടു വിസ്മയിച്ചു. ഈ മരണകരമായ മുറിവേറ്റത് അന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ അവസാനത്തിൽ മനുഷ്യപാപത്തിന് വേണ്ടി കർത്താവ് പാപപരിഹാരമായി തീർന്നപ്പോൾ അന്ന് യേശുവിനെ ക്രൂശിച്ചത് 4-ാമത്തെ സാമ്രാജ്യത്വമായിരുന്ന റോമൻ സാമ്രാജ്യത്വമായിരുന്നു. അപ്പോൾ അതിൻ്റെ തലക്കെട്ടാണ് ഇപ്പോൾ സാത്താൻ്റെ തലയെ തകർത്തപ്പോൾ അന്നത്തെ സാമ്രാജ്യത്വാധിപനായിരുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ തലക്കെട്ടാണ് അടികൊണ്ടത്. അതുകൊണ്ടാണ് അതിന് മരണകരമായ മുറിവ്
ഉണ്ടായെന്നുള്ളതും അത് യേശുക്രിസ്തുവിന്റെ ഭരണസമയത്തേക്കാകുമ്പോഴത്തേക്ക്, അഥവാ സഭ എടുക്കപ്പെട്ട് കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ ആദിജാതന്മാർ സഭ എടുക്കപ്പെട്ട ശേഷമായി പിന്നീടുള്ള 3 വർഷത്തെ സാത്താനിക മഹോത്സവത്തോടു കൂടി ഈ പൈശാചികന്റെ ശക്തി മുഖാന്തരമായി നഷ്ടപ്പെട്ടു പോയ പ്രതാപങ്ങളെ തിരിച്ചെടുക്കത്തക്കവണ്ണമുള്ള വലിയ ബോഷ്കിന്റെ ശക്തി വ്യാപരിച്ച് റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് മുറിവ് പുറത്തുപോയ ഒരുവനായി യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പഠനത്തിലൂടെ ചിന്തിപ്പാട്ടിടയാത്തുന്നു. അപ്പോൾ ഈ മുറിവ് മരണകരമായ മുറിവേറ്റതിൻ്റെ എങ്ങനെയാണ് മുറിവേറ്റത്? 2000 വർഷം മുമ്പാണ്. എങ്ങനെയാണത് അത് പൂർണ്ണമായിട്ടും മുറിവ് കരിയാൻ പോകുന്നത് എങ്ങനെയാണ്? പുറത്തു പോകുന്നത് എങ്ങനെയാണ്? അത് യേശുക്രിസ്തു വന്നു കഴിയുമ്പോൾ അവൻ്റെ വായിൽ കൂടെ ചാടിക്കുന്ന ആ ദുരുപദേശത്തിൻ്റെ ശക്തി കൊണ്ട് മനുഷ്യരെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് കഴിയുന്നു. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് വരേണ്ട പ്രതാപത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് ഇവനെ കൊണ്ടുവരത്തക്കവണ്ണം, അതിനോട് കൂടെ നിൽക്കത്തക്കവണ്ണമുള്ള ആൾക്കാരെ ഒരുക്കിയെടുക്കുവാൻ സാത്താനിക ശക്തികൾക്ക് കഴിയും എന്നുള്ളത് നമുക്ക് തിരുവചന വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ ചരിത്രപരമായിട്ട് നാം ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ വരുന്നത് 10 കൊമ്പുകളുള്ള ബന്ധത്തിൽ കാണിക്കുകയും 7 കൊമ്പുകൾ നിലനിൽക്കുകയും 3 പേരോടെ പറഞ്ഞു പോയി 8ാമതായിട്ട് ഒരുവൻ വരുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ 1950 കാലഘട്ടങ്ങളിലാണ് ഈ യൂറോപ്യൻ യൂണിയൻ എന്നുള്ള ഒരു ആശയം ഉടലെടുക്കുകയും 1950 6 രാഷ്ട്രങ്ങൾ ചേർന്നാണ് യൂറോപ്യൻ സൊസൈറ്റി അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ എന്നുള്ള ഒരു ആശയത്തോടെ അവരൊരു സംഘടന ഉണ്ടാക്കിയത്. അന്ന് 6 രാഷ്ട്രങ്ങളായിരുന്നത് ബെൽജിയമും ഫ്രാൻസും ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്സ്, പടിഞ്ഞാറൻ ജർമ്മനി, ഇങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള 6 രാജ്യങ്ങൾ ചേർന്നാണ് അവർക്കൊരു യൂറോപ്യൻ യൂണിയൻ, ഒരു യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ ഐക്യത ഉണ്ടാകണം എന്നുള്ള ചിന്താഗതിയോടുകൂടി 1950-52 കാലഘട്ടങ്ങളിലായിട്ട് അവർ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് പിന്നീട് യൂറോപ്യൻ യൂണിയൻ എന്ന പേരിൽ നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ അവസാനമായി ചേർന്ന രാജ്യം കൊറേഷ്യയാണ്. 2013 കൊറേഷ്യ അംഗത്വം എടുക്കുന്നതോടുകൂടി 28 രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ 2013 ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ 21 റിപ്പബ്ലിക്കുകളും 6 മൊണാർച്ചികൾ അഥവാ ഏകാധിപത്യ രാജഭരണമുള്ള രാജ്യങ്ങളെല്ലാം കൂടി 27 രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് 28 2013 ക്രൊയേഷ്യ കൂടി ചേർന്നതോടുകൂടിയാണ്. എന്നാൽ ഇന്നേക്ക് ഏകദേശം 5 വർഷം മുമ്പ്, അതായത് 2020 ജനുവരി മാസം 31-ാം തീയതി യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ അവർ പിന്മാറുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി അതിനെക്കുറിച്ചുള്ള കാര്യം നമ്മൾ ചിന്തിപ്പാട്ടിടയാത്തുന്നിരുന്നു. അപ്പോൾ 2020 അവർ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ തുടക്കമാണത്. അപ്പോൾ ചില രാഷ്ട്രങ്ങൾ പറഞ്ഞു പോകണം, ചിലത് വന്നു ചേരണം. അവസാനമായി 10 രാഷ്ട്രങ്ങളുള്ള ഒരു ദശരാഷ്ട്ര സംഘടനയായി ഈ പറയുന്ന സംഘടന മാറും എന്നാണ് നമുക്ക് പൊതുവെ വീക്ഷിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 1973 UK ഈ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നത്. അവർ ഏകദേശം 43 വർഷം അല്ലെങ്കിൽ 43 വർഷം കഴിഞ്ഞപ്പോൾ 47 വർഷം കഴിഞ്ഞപ്പോൾ അവർ അതിൽ നിന്ന് മാറുവാനിടയായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് ആ രാജ്യം മാറിയോടുകൂടി ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ 27 രാഷ്ട്രങ്ങളാണുള്ളത്. വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുക, അധികം താമസിയാതെ തന്നെ ഇതിൽ നിന്ന് ചില രാജ്യങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും. അങ്ങനെ വന്നിട്ട് ഇത് ഒരു 10 അംഗമുള്ള രാഷ്ട്രമായിട്ട് ഒരു സംഘടനയായിട്ട് മാറുമ്പോൾ മനസ്സിലാക്കുക, അപ്പോൾ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടാനുള്ള സമയമായി എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു യൂറോപ്യൻ യൂണിയനെ വെച്ചുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിന് പ്രാധാന്യത കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവചനമാണ് നടത്തുന്നത്. അപ്പോൾ അത് ദൈവവചനത്തെ അടിസ്ഥാനത്തിൽ തെളിവോടാന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ തെളിവെടുത്ത് കാണിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ യൂറോപ്യൻ യൂണിയനോടുള്ള ബന്ധത്തിൽ നമ്മൾ അതിൻ്റെ ആരംഭത്തെക്കുറിച്ച് 6 രാഷ്ട്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമായി ഓരോ രാജ്യങ്ങൾ വന്നു ചേർന്ന് 28 രാജ്യങ്ങളായി. അതിൽ നിന്ന് 2020 കൊഴിഞ്ഞുപോക്ക് തുടങ്ങി. അതിലാദ്യമായിട്ട് ബ്രെക്സിറ്റ് ആയത്
UK ആണ്. അതിലെ പ്രബല രാജ്യമായിരിക്കുന്ന UK അതിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളത് തുടക്കമിട്ടു. അന്ന് അത് സംഭവിച്ചപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞിരുന്നു ഇതൊരു ആരംഭമാണ്. അപ്പോൾ ഇത് ദൈവം പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ഇത് ചുരുങ്ങി 10ലേക്ക് വരും. യൂറോപ്യൻ യൂണിയൻ എന്നുള്ളത് 10ലേക്ക് വരും. അതിൽ നിന്ന് എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് 3 രാഷ്ട്രങ്ങൾ വേരോടെ വേഗത്തിൽ പറഞ്ഞു പോകും. അങ്ങനെ 8ാമത്തവനായിട്ടാണ് എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പം നമുക്കിത് നമ്മുടെ ലോകരാഷ്ട്രത്തെ വീക്ഷിച്ചാൽ ഇതൊക്കെ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും എന്നുള്ളതും നമ്മൾ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് ഏകദേശം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ 27 രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്നറിയാം. ഇതിൽ നിന്ന് ഏതൊക്കെയാണ് പിന്മാറി പോകുന്നത് എന്നുള്ളത് അധികം താമസിയാതെ നമ്മുടെ കൺമുമ്പിൽ തന്നെ വെളിപ്പെട്ട് വരും. മനസ്സിലാക്കിക്കൊള്ളുക. ഇതൊക്കെ സംഭവിക്കുമ്പോൾ കാണാൻ നമുക്ക് മനസ്സിലാകുന്നത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് 10 രാഷ്ട്രങ്ങളുള്ള സാത്താനീയ സാമ്രാജ്യത്വമായിരിക്കും ഭൂമിയിലുള്ളത്. എന്നാൽ അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ 3 അവൻ തുടച്ചു നീക്കും. അതിനുശേഷമായി 8ാമനായി അവൻ വരും എന്നുള്ളത് ഈ പറയുന്ന രാഷ്ട്രവ്യവസ്ഥയോടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് നന്നായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു പ്രവചനമായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യങ്ങളെക്കുറിച്ച് വീക്ഷിക്കാൻ വേണ്ടി വരാൻ പോകുന്ന കാര്യങ്ങളുള്ള ബന്ധത്തിലുള്ള ഒരു ചിന്തയായിട്ട് മാത്രം ഇതിനെ എടുക്കുക. ഇതൊരു ഉപദേശമല്ല, ഒരു ആലോചനയാണ്. ഉപദേശം എന്ന് പറയുമ്പോൾ അത് വ്യക്തമായി പഠിപ്പിച്ച് തെളിവ് വെച്ച് പോകണം. എന്നാൽ ഒരു ആശയമാണ്, ഒരു അഭിപ്രായമാണ്. ഞാനിങ്ങനെ എന്നെ അഭിപ്രായപ്പെടുന്നു, ഇതാണ് ഇതിൻ്റെ ആകാം എന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ്. അതുകൊണ്ട് ഇത് അഭിപ്രായമാണ്, ഇത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാനത് ഒരിക്കലും അത് ഉപദേശമായിട്ട് പഠിപ്പിക്കുന്നില്ല. കാരണം അതിനുള്ള അതിനുള്ളതായ വചനപരമായിട്ടുള്ള യാതൊരു വിധമായ ആധികാരികതയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇതിനെ വീക്ഷിക്കുമ്പോൾ താനുമായിട്ട് പറയുന്ന ദാനിയേൽ പ്രവചനത്തെയും അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ വീക്ഷണത്തിലൊക്കെ നാം ചിന്തിക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം അതുപോലെ തന്നെ വരും. ഇപ്പോൾ സാത്താൻ ചുമന്നുകൊണ്ട് നിൽക്കുന്ന 10 രാഷ്ട്രങ്ങളിൽ ഉണ്ടാകുമെന്നും അതിന് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് 3 നഷ്ടപ്പെട്ടു പോകുമെന്നും 8ാമനായി വരുന്നവനായിരിക്കും എതിർക്രിസ്തു എന്നുള്ളതും അവൻ സാധാരണ ഒരു മനുഷ്യൻ ആയിരിക്കുകയില്ല, അവനെ പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇപ്പോൾ യേശുക്രിസ്തു ജനിച്ചത് സാധാരണ ഒരു ജനനമായിരുന്നില്ലല്ലോ. ക്രിസ്തുവിൻ്റെ ജനനവും പരിശുദ്ധാത്മാവിൻ്റെ നാലാണ് കന്യഗർഭിണിയായിട്ടാണ് ജനിച്ചതെങ്കിൽ അതുപോലെ തന്നെ ഒരു വ്യക്തി പ്രത്യേകമായിട്ടുള്ള ജനിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ അവനെ സാധാരണ പ്രദർശിപ്പിക്കാൻ കഴിയത്തുള്ളൂ, അവൻ്റെ കഴിവിനെ കാണിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അത് ലബോറട്ടറിയിൽ നിന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്ന യൂറോപ്യൻ പിന്തുടർച്ചയുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ യൂറോപ്യൻ യൂണിയനെ നിയന്ത്രിക്കാൻ വേണ്ടി എതിർക്രിസ്തുവായിട്ടൊന്ന് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗങ്ങളെ ചിന്തിക്കുമ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അന്നുണ്ടായിരുന്ന രാഷ്ട്രം യൂറോപ്യൻ സാമ്രാജ്യ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്തുണ്ടായിരുന്ന രാഷ്ട്രം അത് സാമ്രാജ്യത്വം യൂറോപ്യൻ ആയിരുന്നു എന്നുള്ളത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് മുകളിൽ മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റെന്നുള്ളത് ഇതിനെയാണ് കാണിക്കുന്നുള്ളതും അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. തുടർന്ന് നാം ഇതേക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഞാനൊരു വ്യക്തിയെക്കുറിച്ച് ഇന്നയാളാണ്, ഇന്ന രാഷ്ട്രത്തിൽ നിന്നാണ് ഇന്നയാളാണെന്നുള്ളത് ഞാനത് പറയത്തില്ല. കാരണം അങ്ങനെ പഠിപ്പിക്കുവാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിനോട് എതിർത്ത് നിൽക്കുന്ന സാത്താനിക ഭരണാധിപനായിരിക്കുന്ന എതിർക്രിസ്തു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനുള്ളതായിരിക്കും. പക്ഷെ ഇന്നത്തെ സാഹചര്യം വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൻ പൂർണ്ണ സാത്താനും പൂർണ്ണ മനുഷ്യനുമായിരിക്കും. അപ്പോൾ അവൻ്റെ കഴിവ് വളരെ വലുതായിരിക്കും, വളരെ വേഗത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ, മനസ്സിന് ഒട്ടും ദയയില്ലാത്തവൻ, അതിക്രൂരനായിട്ടുള്ളവൻ, അതുപോലെ വമ്പ് പറഞ്ഞ് അഹങ്കരിക്കുന്നവനായിരിക്കും എന്നുള്ളത് ദൈവത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നല്ലോ. അപ്പോൾ അതിൻ്റെ 13-ാം വാക്യത്തിൽ മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു, മൃഗത്തോട് തുല്യനാർ, ഇതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. അപ്പോൾ ഈ മൃഗത്തിന് അധികാരം കൊടുക്കുകയാണ് സാത്താൻ അവൻ്റെ സാമ്രാജ്യം. നമുക്കറിയാം കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്ന ലോകരാജ്യത്തിൻ്റെ മഹത്വം എല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ ആരാണോ നമസ്കരിക്കുന്നത് അവന് കീഴ്പ്പെട്ട് നിൽക്കുന്നവർക്കാണ് ഇവൻ അധികാരം മുഴുവനും കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയായി അവൻ വന്നു കഴിയുമ്പോൾ അവനാണ് ഈ പറയുന്ന എതിർക്രിസ്തുവായി പ്രത്യക്ഷപ്പെടുകയും ഇതിന് അധികാരം കൊടുത്ത മൃഗത്തെ അല്ലെങ്കിൽ പൈശാചിക ആരാധന ഭൂമിയിൽ പ്രബലപ്പെടുകയും ചെയ്യും. ഇപ്പോൾ
പരിശുദ്ധാത്മാവാം ദൈവം സുവിശേഷത്താൽ സത്യത്തിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തി പിതാവാം ദൈവത്തെ, സർവശക്തനായ ആത്മാവാം ദൈവത്തെ പുത്രനിലൂടെ വെളിപ്പെടുത്തി സത്യാരാധന ആണ് ഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നെങ്കിൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള ബോഷ്കിന്റെ ആരാധന പ്രബലപ്പെട്ടിട്ട് ഈ സാത്താനിക ആരാധനയിലേക്ക് ലോകം വഴുതിപ്പോകും എന്നുള്ളത് നമുക്ക് ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരാണോ അധികം അത്ഭുതവും അടയാളം പ്രവർത്തിക്കുന്ന അവരുടെ ഇടയിൽ ആൾക്കാർ ഓടിപ്പോകും. അത്ഭുത അടയാളം ആരെങ്കിലും കൂടുതൽ പ്രവർത്തിച്ചാൽ വചനപരമായിട്ടുള്ള അടിസ്ഥാനമൊന്നും ആരും നോക്കത്തില്ല. അവിടെ അത്ഭുതമാണ് അങ്ങോട്ട് ഓടും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും ആകാശത്ത് ഇറങ്ങുമാർക്ക് വലിയ കാഴ്ച നടത്തുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ മനുഷ്യൻ അതിലേക്ക് പോകും. ഇപ്പൊ നമ്മളിവിടെ രോഗി സൗഖ്യമായി പ്രാർത്ഥിച്ചപ്പോൾ അതങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ വലിയ വലിയ സാക്ഷ്യങ്ങൾ കാണിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ പരിശുദ്ധാത്മാവ് തടയാനില്ലാത്തത് കൊണ്ടും അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ചുരുക്കം പേരൊഴി എന്ന് പറഞ്ഞാൽ ഒരു വചനത്തോടുള്ള താല്പര്യമുള്ള ദൈവഭയമുള്ള മനസ്സാക്ഷിയുള്ളവർ മാത്രമേ നിൽക്കുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് കാര്യസാധ്യത്തിന് വേണ്ടി അവന്റെ പിന്നാലെ പോകും. നമുക്കറിയാമല്ലോ, എവിടെയെങ്കിലും കാര്യസാധിച്ച് കിട്ടാമെന്നുണ്ടെങ്കിൽ പ്രമാണങ്ങളൊക്കെ കാറ്റിപ്പറത്തി പോകുന്ന അനേകരെ കാണാൻ സാധിക്കുന്നുണ്ട്. അന്ന് അതിന്റെ ഒഴുക്കായിരിക്കും. ഇന്ന് ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒക്കെ ആൾക്കാരെ പോകുന്നുള്ളെങ്കിൽ ഈ പറയുന്ന അന്നത്തെ കാലത്ത് മൃഗം കാണിക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും മുഖാന്തരമായി അനേകർ വഞ്ചിക്കപ്പെട്ടു പോവുക തന്നെ ചെയ്യും. കർത്താവ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 5:43 വാക്യത്തിൽ ഇപ്രകാരം ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ള ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളുന്നു. യഹൂദന്മാരോട് ദൈവം പറയുകയാണ്. യഹൂദ ജാതി യേശുവിനെ നോക്കിയപ്പോൾ അവൻ താഴ്മയുള്ളവൻ, അവൻ രാഷ്ട്രങ്ങളെ അട്ടിമറിക്കാൻ നോക്കുന്നില്ല, അന്നത്തെ റോമൻ ആധിപത്യത്തിൽ നിന്ന് വേർതിരിക്കാൻ നോക്കുന്നില്ല. കർത്താവിനെ നോക്കിയപ്പോൾ അവർക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല. പിന്നെ അവൻ ചെയ്യുന്ന അത്ഭുത അടയാളം കാണുമ്പോൾ അതവർ വിചാരിച്ചു, ഇവൻ ഈ ജാതിയെ കൂടി തെറ്റിച്ചു കളയുമോ എന്നുള്ള ഒരു ചിന്ത വന്നിട്ട് അവര് യേശുവിനെ കൊല്ലുവാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. എന്നാൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ സ്വന്തം നാമത്തിൽ വന്ന് അവൻ പൈശാശി ആരാധനയിലേക്ക് ആൾക്കാരെ അവൻ ആകർഷിക്കുമ്പോൾ അതിലേക്ക് ഇവർ ആകർഷിക്കപ്പെടും എന്നുള്ളത് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ഇസ്രായേലിൽ നല്ലൊരു ഭൂരിപക്ഷം ആൾക്കാരും ഇതിന്റെ പിന്നാലെ പോകും എന്നുള്ളത് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനവാക്തത്വം, വചനത്തിന് നിവൃത്തികരണമായ തിരുവാടിയത്തിൽ അന്ന് അവരോട് പറഞ്ഞിരിക്കുന്നത് സംഭവിക്കും. കർത്താവ് പറഞ്ഞു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. അവർ കർത്താവിനെ കൈക്കൊണ്ടില്ല. എന്നാൽ മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. നിങ്ങൾ ഏകാധിപതിയായി ഞാനാണ് എന്ന് ദൈവം എന്ന് പറഞ്ഞൊരുത്തൻ വരുമ്പോൾ അവനെ സ്വീകരിക്കത്തക്കവണ്ണം അവര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, തെറ്റിദ്ധരിക്കപ്പെട്ട് അതിന്റെ പിന്നാലെ പോകുമെന്നാണ് ഇവിടെ കഥാ പറയുന്നത്. സർവഭൂമിയും കണ്ട് വിസ്മയിക്കത്തക്കവണ്ണമായിരിക്കും ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. കാരണം മാനവ ശ്രദ്ധ മുഴുവനും സ്വന്തം മഹത്വത്തിനായി പ്രത്യക്ഷപ്പെടുന്നതിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. അപ്പോൾ മാനവജാതിയുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. പിതാവിന്റെ നാമത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാർ വിശ്വസിക്കാതെ അവനെ തള്ളിക്കളഞ്ഞു. അവനെ അന്ന് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേലിനെ ഉള്ള ബന്ധത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് അന്ന് തന്നെയല്ല, ഇതിനു മുമ്പും അവിടെ ആരാണോ അവർക്ക് കാര്യം നടത്തി കൊടുക്കുന്നതിന്റെ പിന്നാലെ പോകുമായിരുന്നു. ഇപ്പോൾ എന്നാലും വേര് അറ്റുപോകാൻ ഇത് സമ്മതിച്ചിട്ടില്ല. കരിവേലവും ഈട്ടിയും ഒക്കെ അത് കരിവേലമൊക്കെ മുറിച്ചു കളഞ്ഞാലും അതിന്റെ കുറ്റി നിൽക്കുന്നത് പോലെ അബ്രഹാമിന്റെ മക്കളായിരിക്കുന്ന ഇസ്ഹാക്കിന്റെ മക്കളായിരിക്കുന്ന യാക്കോബിന്റെ ആ സന്തത പരമ്പരയിൽപ്പെട്ട ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ശേഷിപ്പ് എപ്പോഴും കരിമരവും കരിവേലവും വെട്ടിയാലും അതിന്റെ കുറ്റി ശേഷിക്കുന്ന പോലെ ശേഷിപ്പ് എന്നും ഉള്ളതുപോലെ ആ കാലഘട്ടത്തിൽ ഒരു ശേഷിപ്പുണ്ടായിരിക്കും. നമുക്ക് അന്നറിയാം ക്രിസ്തു വന്ന സമയത്താണ് 144,000 പേരെ കർത്താവ് വേർതിരിച്ച് അവരെ രക്തസാക്ഷികളാകുവാൻ അഥവാ തല ഛേദിക്കപ്പെടുവാൻ വേണ്ടി അന്ന് മുദ്രയിട്ട് മാറ്റി നിർത്തുന്ന ആ കാലഘട്ടത്തിലാണ്. അന്നും ദൈവത്തിന് ഭൂരിപക്ഷം ആൾക്കാർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാർ അന്നും ഇസ്രായേലിൽ നിന്ന് ദൈവകൽപ്പന പ്രമാണിക്കുവാൻ വീര്യം പ്രവർത്തിച്ചുകൊണ്ട് അവർ നിൽക്കും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പം ഇവിടെ പൈശാചികവഞ്ചനയാൽ ദൈവസ്നേഹവും വിശ്വാസവും ത്യജിക്കുന്ന അനേകർ സാത്താനിക ക്രിസ്തുവിനെയും പാടിപ്പോഴും. പിന്നത്തെ പാട്ടിൻ്റെ അകത്തൊക്കെ അതൊന്ന് കയറുന്നുണ്ട്. ഈ സാത്താനിക ആരാധനയുടെ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ വലിയ മോഡേൺ മ്യൂസിക് സിസ്റ്റമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ
അതിനകത്ത് ഉപയോഗിക്കുന്ന ആ ആ പാട്ടുകൾക്കകത്തൊക്കെ കിടക്കുന്നതൊന്നും ആത്മീയാർത്ഥങ്ങൾ നമുക്കറിയത്തില്ല. എല്ലാവരും കൂവി പാടി ആരാധിച്ചു പോകുമ്പോൾ അതിനകത്തെല്ലാം പൈശാചികത കിടപ്പുണ്ട് എല്ലാവർക്കെ. അപ്പൊ അത് ഇന്ന് അതിന്റെ ആരംഭം ഇട്ടിട്ടുണ്ട്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ശുദ്ധമായ ഭാഷയിൽ വേണം ദൈവത്തെ ആരാധിക്കാൻ. എന്ന് പറഞ്ഞാൽ അന്യഭാഷ ആരാധിക്കാം. പക്ഷെ അതല്ലാതെ തന്നെ ഇന്ന് പല രീതിയിലുള്ള വാദ്യോപകരണങ്ങളുടേതൊക്കെയുള്ള അതിപ്രസരം മുഖാന്തരമായിട്ട് അതിനകത്തുകൂടിയൊക്കെ പൈശാചിക ആരാധന ഒരു പരിധി വരെ നമ്മുടെ ആരാധനകളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൈശാചികനെ പാടിപ്പോഴ്ത്തി ആരാധിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ലോകം മാറും. ഇപ്പോൾ സാത്താനെ ആരാധിക്കുന്നത് തെറ്റല്ല എന്ന് പറയുന്ന ഒരു സമൂഹം എഴുന്നേറ്റിട്ടുണ്ട്. അവർ ചോദിക്കുന്നത്, നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചാണ്, നിങ്ങൾക്ക് എന്ത് ലഭിച്ചു? നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത്? എന്നാൽ പിന്നെ ദൈവത്തെ വിശ്വസിക്കുന്ന പോലെ തന്നെ സാത്താനെയും ആരാധിച്ചാൽ എന്താണ് കുഴപ്പം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ലോകം വന്നിരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള സിമ്പിളുകളും അടയാളങ്ങളും ഒക്കെ ശരീരത്തിന്മേൽ പതിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് വചനപരമായി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ സംഭവിക്കും. പക്ഷെ അത് ദൈവത്തെ പാലിക്കുന്ന ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ സാത്താനിക പൈശാചിക കണ്ണുകളുണ്ടാകുമ്പോൾ അന്നത്തെ പാട്ടുകളൊക്കെ സാത്താനെ പുകഴ്ത്തുന്ന ആരാധിക്കുന്ന പാട്ടുകളായി മാറും. പക്ഷേ ഇതിൻ്റെ അകത്തും ഞാൻ പറഞ്ഞല്ലോ, അത് ബോഷ്കായിരിക്കും. അതിൻ്റെ പുറംചട്ട പുറമേ ഉള്ളതൊക്കെ ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കും ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന മുഴുവൻ പൈശാചികതയുടെ ആരാധനയായിരിക്കും. അത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് മനുഷ്യനെ മുഴുവനും വശീകരിച്ചു കഴിയുമ്പോൾ പിന്നീട് ചോദ്യം ചോദിക്കുന്ന നിലവാരത്തിലേക്ക് വരും. മൃഗത്തോട് തുല്യൻ ആര്? മൃഗത്തോട് തുല്യൻ ആരാണ്? അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. ഇത് സംഭവിക്കുന്നത് 13 അധ്യായം 4 വാക്യത്തിന്റെ ഈ സാത്താനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന എതിർക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു ഭാഗം എപ്പോഴാണെന്നുള്ളത് നമ്മളത് അന്ന് ആഴത്തുനിന്ന് പ്രത്യക്ഷപ്പെടുന്ന എതിർക്രിസ്തു യുദ്ധം ചെയ്ത് വിശുദ്ധന്മാരെ പരാജയപ്പെടുത്തുന്നുള്ള ബന്ധത്തിൽ ആണ് അന്ന് തുടങ്ങുന്നത്. അപ്പോൾ അത് കൂടിക്കൂടി വരും. ആരെങ്കിലും എതിർത്ത് നിന്നാൽ അവനെ ഭൂമിയിൽ ശേഷിക്കത്തില്ല, അവനെ ഇല്ലാതാക്കി കളയും. എന്നാൽ നമ്മുടെ കർത്താവിനെ അങ്ങനെയല്ല ദൈവം ചെയ്തിരിക്കുന്നത്. കർത്താവ് പറയുന്നത് ദുഷ്ടന്മാരും നീതിവാന്മാരും വളർന്നോട്ടെ, ഞാൻ കൊടുക്കുന്ന സൂര്യപ്രകാശവും വെള്ളവും ആഹാരം അവർ കഴിച്ചോട്ടെ. ദൈവം അങ്ങനെയുള്ളൊരു അനുഭവമാണ് കൊടുക്കുന്നെങ്കിൽ സാത്താനിക ഭരണത്തിൽ അവന് വിരുദ്ധമായി നിൽക്കുന്നവരെ ഇല്ലാതാക്കി കളയുകയാണ് ചെയ്യുന്നത്. നശീകരണത്തിന്റെ പ്രവൃത്തി ആര് ഏത് രാഷ്ട്രങ്ങൾ ഏത് ശക്തികൾ ഉപയോഗിച്ചാലും അതിൻ്റെ പിമ്പിൽ മറിഞ്ഞിരിക്കുന്നത് എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ആ ശക്തിയാണ് മറിഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവസഭയോ ദൈവമക്കളോ ഒരിക്കലും അവർ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പോലും ഒരാൾ വിശ്വാസം വന്നിട്ടില്ല അല്ലെങ്കിൽ എതിർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആരെയും ഇല്ലാതാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് കൂട്ടു നിൽക്കത്തില്ല. എന്നാൽ സാത്താൻ നോക്കുന്നത് ആരെങ്കിലും എതിരുണ്ടെങ്കിൽ അവനെ അവൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കി കളയുക, അവൻ്റെ വീട് ഇല്ലാതാക്കി കളയുക, അവരെ നശിപ്പിച്ച് കളയുക എന്നുള്ള ഒരു രീതിയായിരിക്കും അന്ന് വരുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ഭയപ്പെട്ട് അവര് ഈ പറയുന്ന സാത്താനിക ആരാധനയ്ക്ക് അടിമപ്പെട്ടു പോകും എന്നുള്ളതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ എന്ന് ഇന്ന് രാത്രി ഓർപ്പിക്കുന്നു. അപ്പോൾ ലോക ജനത എതിർക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ അതിൽ അഹങ്കരിച്ച് അവനെ ആരാധിക്കുന്ന കഴിയുമ്പോൾ സ്വന്തം നാമത്തിൽ വരുന്നവൻ തന്നെത്താൻ ഉയർത്തിയവൻ വമ്പ് പറയുന്നതിനെ കുറിച്ചാണ് അടുത്ത വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. 13 അധ്യായം 5 മുതൽ 7 വാക്യം പറയുന്നത്, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അവൻ അധികാരം ലഭിച്ചു. ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നതിനെ ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവരെ ജയിപ്പാനും അവന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. അപ്പോൾ ഇവിടെ ഒരു കൂട്ടർ മാത്രമല്ല, വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഇസ്രായേൽ എന്നുള്ള വിശുദ്ധന്മാരുണ്ട്. അതുപോലെ തന്നെ സകല ഗോത്രത്തിലും വംശത്തിലും ഭാഷമേലും ജാതിമേലും ഉള്ള അധികാരം ലഭിക്കുന്നുണ്ട്. സകല ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്ന് ഭാഷയിൽ നിന്ന് ജാതികളിൽ അധികാരം ലഭിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എതിർക്രിസ്തു മുമ്പ് പറയുന്നൊരു പ്രധാന കാരണം മനുഷ്യൽ മറ്റാർക്കും ലഭിക്കാൻ കഴിയാത്ത അത്ര വലിയ അധികാരം സാത്താനിൽ നിന്ന് അവന് ലഭിക്കുന്നതുകൊണ്ട് ആണ്. മനുഷ്യനായി പിറക്കുന്ന എല്ലാവർക്കും സാത്താനായ പിശാചിനെ മോഹന വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യർക്ക് പോലും സാത്താന്റെ പ്രലോഭനത്തിൽ ഇല്ലാതെ പോയിട്ടില്ല, എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രലോഭനം യേശുക്രിസ്തുവിലേക്കും തന്നിട്ടുണ്ട്. പക്ഷേ അവൻ മാത്രമാണ് അതിൻ്റെ പ്രലോഭനങ്ങൾ പെട്ടുപോകാതെ പാപം ചെയ്യാതെ ജയാളിയായത്. പക്ഷെ ബാക്കിയുള്ള സകല മനുഷ്യരും ഏതെങ്കിലും വിധത്തിൽ
സാത്താനിക പ്രലോഭനത്തിൽ വീണുപോകാതെ പാപം ചെയ്യാത്ത ഒരൊറ്റ മനുഷ്യൻ പോലും ലോകത്തിലില്ല എന്നുള്ളതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞെന്ന് പറയുക. അപ്പോൾ സാത്താൻ പ്രലോഭിപ്പിക്കാതെ അവൻ്റെ കയ്യിൽപ്പെടാത്ത ഒരൊറ്റ മനുഷ്യൻ പോലും ലോകത്തില്ല. അങ്ങനെ ഒരൊറ്റയാള് നമ്മുടെ നസ്രായനായ യേശു മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെയും ഒരു നുണയും പറയാത്ത ആരെങ്കിലും ലോകത്തിലുണ്ടോ? ഒരൊറ്റ നുണ പോലും പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? സാത്താൻ്റെ ബോഷ്കിൻ്റെ അപ്പനുമായിരിക്കുന്ന പിശാശിൻ്റെ ആ ആ ബോഷ്ക്ക് പഠിപ്പിച്ച കലാലയത്തിൽ നിന്നല്ലേ നമ്മൾ കേട്ട് വളർന്നു വന്നത്? ചെറുപ്പം മുതലേ നുണ പറയാൻ പഠിച്ചില്ലേ? അത് വർദ്ധിച്ച് ഇന്ന് ഈ എത്രമാത്രം വിസ്തരിച്ചാലും അവിടെ ഉള്ളിലിരിക്കുന്ന നുണ അത് വെളിപ്പെടാത്ത വണ്ണം എത്ര വളരെയധികം പരിശീലനം ലഭിച്ച നുണയുള്ള ബോഷ്കുള്ളവരാണ് ഇന്ന് ലോകത്തിലുള്ളത്, അല്ലേ? എവിടെയെല്ലാം വിസ്തരിച്ചാലും ആരെല്ലാം കൊണ്ടുപോയി ചോദ്യം ചെയ്താലും സത്യം വെളിപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ലോകത്തിൽ എല്ലാ മനുഷ്യനും പാപത്തിൽപ്പെട്ടു പോയവനാ, സാത്താൻ്റെ പ്രേരണയിൽപ്പെട്ടതാ. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കൃപ ചെയ്തു. കാരണം നസ്രായനായ യേശു മാത്രമേ ഉള്ളൂ സാത്താനിക ഒരു പ്രലോഭനങ്ങളിലും വീഴാതെ അവനെ ജയിക്കുവാനിടയാറ്റുന്നത്. യേശു പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടുവെങ്കിലും സകലത്തിലും അവൻ ജയാളിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കഥ പറയുന്നത്, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ലോകത്തിൽ നല്ലവനെന്ന് പറയുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ ഇപ്പോൾ നമ്മളും ക്രിസ്തുവിൽ ചേർന്നുകൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യുന്ന നല്ലവരായി തീരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. ഈ സന്ദേശം കേൾക്കുമ്പോഴും നാം ജീവിക്കുന്നത് കൊണ്ട്, നാം ലോകത്തിലായിരിക്കുന്നതുകൊണ്ട് സൽപ്രവൃത്തിയാണ് നാം ചെയ്യുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പ് ലഭിക്കുന്നു. നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി, സാധ്യതയ്ക്ക് വേണ്ടി, നമ്മുടെ സാമ്രാജ്യത്തിന് കെട്ടിപ്പടുക്കാൻ വേണ്ടി അല്ല നാം വ്യഗ്രതപ്പെടേണ്ടത്. അതല്ല ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വരും. ഞാനും എൻ്റെ കുടുംബവും എന്നൊക്കെയുള്ള ചിന്താഗതി വരും. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ക്രിസ്തു ബന്ധിതമായിരിക്കുന്ന, ക്രിസ്തു അടിസ്ഥാനപരമായിരിക്കുന്ന സാധ്യതയില്ലാത്തൊരു സ്നേഹത്തിന് നാം ഉടമകളായിരിക്കണം. അതാണ് നിഷ്കളങ്കമായ സ്നേഹം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കമായ സ്നേഹം അവന് നമ്മളോട് പ്രദർശിപ്പിച്ചു. ആ സ്നേഹമാണ് നമുക്കുണ്ട്. പക്ഷേ പൈശാചിക സാത്താനിക ശക്തിയുടെ പറയുന്നത് സ്വാർത്ഥമായിരിക്കും, അത് മനുഷ്യനെ വഞ്ചിക്കുന്നതായിരിക്കും, സ്വയത്തിൽ മേൽ നിൽക്കുന്നതായിരിക്കും, വമ്പ് പറയുന്നവരായിരിക്കും, അഹങ്കാരികളായിരിക്കും, സ്വസ്നേഹികളായിരിക്കും എന്ന് പറയുന്നത്. സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്നവരായിരിക്കും. അവർക്ക് ഭർത്താവിനെ സ്നേഹിക്കത്തില്ല, ഭാര്യയെ സ്നേഹിക്കത്തില്ല, മക്കളെ സ്നേഹിക്കത്തില്ല, അപ്പനമ്മയെ സ്നേഹിക്കത്തില്ല. സ്വസ്നേഹികളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരികയാൻ പോവുക. നമുക്കറിയാലോ, ഇന്നത്തെ കാലത്തും അതിൻ്റെയൊക്കെ സൂചനകൾ കാണുന്നില്ലേ? മയക്കുമരുന്നുകൾ കിട്ടാതിരിക്കുമ്പോൾ എത്ര മക്കളാണ് വയലൻ്റായിട്ട് അപ്പനെ അമ്മയൊക്കെ ഉപദ്രവിച്ച് കൊന്നുകളയുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ മൃഗീയമായിരിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ മനസ്സിലാകുന്നത് സ്വസ്നേഹികളായി എൻ്റെ സ്വന്തം കാര്യം നടത്താൻ വേണ്ടിയുള്ള ചിന്ത, മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സുബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് ഇവിടുന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ സുബോധമില്ലാത്ത തലമുറ വരും എന്നുള്ളതിൻ്റെ കാലലക്ഷണങ്ങളാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഒന്നുമായിട്ടില്ല. ഇപ്പം നമ്മൾ പറയും ഇതൊക്കെ ഭയങ്കരമായി എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നുമായിട്ടില്ല. ഇപ്പം ഇതിനെ തടയാനുള്ള ശക്തിയുണ്ട്, ദൈവമക്കളുടെ പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. പക്ഷേ ഇതെല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്കുള്ള ലോകം വളരെയധികം സങ്കീർണമായിരിക്കും. എന്നാൽ അവിടെയും പിടിച്ചു നിൽക്കാൻ ആവശ്യമായ ദൈവകൃപ, ദൈവത്തിൻ്റെ അഭിഷേകം, അന്നത്തെ സാത്താനിക ഭഗവത്വത്തിലുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് ദൈവം കൊടുക്കുന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചിരുന്നു. അവർക്ക് അങ്ങനെ പ്രത്യേക അധികാരം കൊടുക്കുന്നതുകൊണ്ടാണ് അവർ ഈ സാത്താൻ്റെ അതിപ്രസരമായിരിക്കുന്ന അവൻ്റെ പ്രലോഭനങ്ങൾ, അതുപോലെ ദുരുപദേശങ്ങൾ പടർന്നു പന്തലിക്കുമ്പോൾ വീണുപോകാതിരിക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്നതുകൊണ്ട്, അടിസ്ഥാനപരമായിട്ട് ദൈവ ബന്ധമുള്ളതുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കുകയും ചെയ്യണം. അപ്പോൾ സാത്താൻ്റെ പ്രലോഭനം കൊണ്ട് അന്നും എതിർത്ത് നിൽക്കുന്നവർ ഭൂമിയിൽ കാണും. എല്ലാവരും അവന് വീഴിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവരെയാണ് സാത്താൻ, അങ്ങനെ അവനോട് എതിർത്ത് നിൽക്കുന്നവർ ഭൂമിയിലുണ്ട്. അപ്പോൾ അവർ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. കർത്താവിന്റെ മധ്യാശുപത്രിയുടെ അധർമ്മമൂർത്തിയെ വഴിയിൽ തടയുന്ന പരിശുദ്ധമായ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതുകൊണ്ടാണ് ഇവന് ഫ്രീ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത്. എന്നാൽ ആദ്യത്തെ 3.5 വർഷം സാത്താനിക മഹോത്സവത്തിൽ ദൈവം പ്രത്യേക അധികാരം ഈ 2 സാക്ഷികളുടെ ഗണങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് അവിടെ വായുന്ന തീ പുറപ്പെട്ട് അവർക്ക് ദോഷം ചെയ്യാൻ വരുന്നവരെ കൊന്നുകളയുന്നു. ഭൂമിയെ
സകല ബാധ കൊണ്ട് ബാധിക്കാനുള്ള അധികാരമുള്ളത് കൊണ്ട്, അവർക്ക് പ്രത്യേക അധികാരമുള്ളതുകൊണ്ട് അന്ന് സാത്താൻ നിന്ന് പിഴയ്ക്കാൻ കഴിയത്തില്ല. എന്നാൽ ഈ 3.5 വർഷം കഴിയുന്നതോടുകൂടിയാണ് എതിർ ക്രിസ്തുവാകുന്ന സാത്താൻ അവൻ ഭരണ അധികാരം ഏറ്റെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നത്. ആ ഒരു കാലഘട്ടം വരെ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ അവൻ ചിറകിൻ്റെ കീഴിൽ മറച്ചുകൊള്ളും 3.5 വർഷക്കാലം. എന്നാൽ അതിന് ശേഷമായിട്ട് ദൈവം അനുവദിച്ചു കൊടുക്കുകയാണ് രക്തസാക്ഷിത്വം അല്ലെങ്കിൽ തലചേദിക്കപ്പെടുവാൻ വേണ്ടി ദൈവം അനുവദിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് അടുത്ത 3.5 വർഷം എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ സാധാരണ എതിർ ക്രിസ്തുവിന് ലഭിക്കുന്നത് 5 കാര്യങ്ങളാണ് അവന് സാത്താൻ അന്ന് കൈമാറുന്നത്. ഒന്ന്, മഹാസർപ്പത്തിൻ്റെ ശക്തിയും സിംഹാസനവും ഉൾപ്പെടെയുള്ള വലിയ അധികാരം. അതുവരെയും അവൻ്റെതായിട്ടുള്ള ആൾക്കാരെ അവൻ അപ്പോയിൻമെന്റ് ചെയ്ത് ഭരിക്കുകയാണെങ്കിൽ, അവൻ അതിൻ്റെ കീഴെ അവൻ്റെ നേതൃത്വം ചെയ്യുന്നെങ്കിൽ മുഴുവൻ അധികാരവും ഈ പറയുന്ന സാത്താൻ മൃഗമാകുന്ന മനുഷ്യന് കൈമാറും. 2, വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായുണ്ടായിരിക്കും. പിശാച് സംസാരിക്കുന്ന പോലെ അവൻ എങ്ങനെയാണോ പിശാച് സംസാരിക്കുന്നത് അതുപോലെ തന്നെ സംസാരിക്കും. ഇതിന് നേരെ എതിരാണ് ക്രിസ്തുയേശു സംസാരിച്ചത്. പിതാവാം ദൈവം എങ്ങനെ സംസാരിക്കുമോ ആ രീതിയിലാണ് യേശു നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ക്രിസ്തുവിനാണ് സകല അധികാരവും, ന്യായവിധി അധികാരം എല്ലാം പിതാവ് കൊടുത്തിരിക്കുന്നത്. നേരെ എതിരാണ് സാത്താൻ ചെയ്യുന്നത്. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം. 3.5 വർഷമാണ് പിതാവാം ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനും ഭൂമിയിൽ പ്രവർത്തിപ്പാൻ അനുവാദം കൊടുത്തത്. അതുപോലെ ആ 3.5 വർഷമാണ് കർത്താവ് ശുശ്രൂഷിച്ചത്. അതുപോലെ തന്നെ 42 മാസമാണ് എതിർ ക്രിസ്തുവും ഇവിടെ ഭരിക്കുന്നത്. വിശുദ്ധന്മാർ യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനുള്ള അധികാരം. അപ്പം യുദ്ധം ചെയ്ത് വിശുദ്ധന്മാരെ ജയിപ്പാനുള്ള അധികാരമാണെങ്കിൽ കർത്താവിന് കിട്ടിയ അധികാരം അവൻ പാപത്തെ ജയിപ്പാനുള്ള അവൻ്റെ ജീവൻ കൊടുത്തുകൊണ്ടുള്ള ജയമാണ് ക്രിസ്തുയേശു നേടിയത്. മറ്റേത് എതിരായിട്ട് നിൽക്കുന്നവരെ കൊന്നു കളഞ്ഞുകൊണ്ടാണ് ജയിക്കുന്നത്. സകലവർത്തിന്മേലും മനുഷ്യന്മേലും ഭാഷമേലും ജാതിമേലും ലഭിക്കുന്ന അധികാരമാണ് പൈശാചിക അധികാരമെങ്കിൽ നമുക്കറിയാം സർവ്വഭൂമിയിലുള്ള മനുഷ്യരുടെ രക്ഷയാണ് സുവിശേഷം മുഖാന്തരമായി യാവതി പാട്ടടിയാത്തതെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എതിർ ക്രിസ്തുവിന് സാധാരണ ലഭിക്കുന്നതുകൊണ്ടാണ് എതിർ ക്രിസ്തു അതുവരെയും അതിനുശേഷം ഒരു മനുഷ്യനും ഒരിക്കലും സംസാരിക്കാത്ത വിധത്തിലുള്ള വമ്പും ദൂഷണവും ഉച്ചരിക്കുന്നത്. ഈ വമ്പും ദൂഷണവും പറയുന്നവർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എതിർ ക്രിസ്തു വമ്പ് പറയാന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കറിയാം. ചിലരുടെ കിടപെടുമ്പോൾ അറിയാം അവിടെ വമ്പ് പറയുന്ന വല്ലാതായിരിക്കും. ഈ ആരാണ് വമ്പ് പറയുന്നതിനെ കുറിച്ച് സങ്കീർത്തനം 94 വാക്യത്തിൽ പറയുന്നത്, നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും വമ്പ് പറയുന്ന. ഒരു മനുഷ്യൻ നീതിമാനാണെങ്കിൽ അവൻ ഉള്ളതേ പറയുള്ളൂ, ഉള്ള കാര്യമേ പറയുള്ളൂ. നീതികേടുള്ളവർ പറയുന്ന മുഴുവൻ വമ്പാ പറയാം. എന്ന് പറഞ്ഞാൽ അവൻ അങ്ങ് വലിയ ആളാണെന്ന് അങ്ങ് വെളിപ്പെടുത്തുക, വമ്പ് പറയും. അത് നീതികേടുള്ളത് കൊണ്ടാണ്, നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും. അപ്പം ആരെങ്കിലും വമ്പ് പറയുന്നത് ചിന്തിച്ചാൽ മതി, ഇവൻ്റെ ഉള്ളിലിരിക്കുന്ന നീതിയൊന്നുമല്ല, നീതികേടാണ്. രണ്ടാമത്, മനസ്സ് നെകളിച്ചിരിക്കുന്നവർ അവർ വമ്പ് പറയുന്നവർ. 2 ദിനവൃത്താന്തങ്ങൾ 25-19 വാക്യം. മനസ്സ് നെകളിച്ചു കഴിഞ്ഞാൽ വമ്പ് പറയും. 3, സങ്കീർത്തനം 17:10 പറഞ്ഞിരിക്കുന്നത്, ഹൃദയത്തെ അടച്ചിരിക്കുന്നവർക്ക് വമ്പ് പറയാൻ കഴിയും. ഹൃദയം തുറന്നു കഴിഞ്ഞാൽ ദൈവമായിട്ട് ബന്ധമുണ്ട്, നമുക്ക് വമ്പ് പറയാൻ കഴിയത്തില്ല. 5, 30 വാക്യത്തിൽ പറയുന്നത്, ബോഷനാണ് വമ്പ് പറയുന്നത്. ജ്ഞാനമുള്ളവരാരും വമ്പ് പറയത്തില്ല. അപ്പോൾ നമുക്കറിയാം, വമ്പ് പറഞ്ഞാൽ നാളെ ഇതൊക്കെ പിടിക്കപ്പെടും അല്ലേ. ഞാൻ വലിയ ആളാണ്, ഞാൻ ആനയാണ് കുതിരയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞ് വലിയ മറ്റുള്ള മുമ്പിൽ ഭയങ്കര കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വന്നു കഴിയുമ്പോൾ അറിയത്തില്ലേ ആരായിരുന്നു എന്ന് പറഞ്ഞതെന്നോ എന്താണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് വമ്പ് പറയുന്നവരെ കുറിച്ച് മനസ്സിലാക്കുക, അവർ നീതിയോട് പ്രവർത്തിക്കുന്നവരാണ്, മനസ്സ് അകങ്കരിച്ചിരിക്കുന്നവരാണ്, ഹൃദയം അടച്ചിരിക്കുന്നവരാണ്, അതുപോലെ തന്നെ ബോഷന്മാരാണ് വമ്പ് പറയുന്നത്. ജ്ഞാനമുള്ളവർ, പരിജ്ഞാനമുള്ളവർ, അവർ നീതി പ്രവർത്തിക്കുകയുള്ളൂ. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം നമ്മൾ ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ മാറി നമ്മളെ ദൈവം നീതീകരിച്ചുകൊണ്ട് നമ്മൾ വമ്പ് പറയുന്നില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള വമ്പും നമ്മൾ പറയത്തില്ല. നമ്മൾ എളിമയോടും വിനയത്തോടും പൗലോസൊക്കെ 14 ലേഖനം എഴുതിയിട്ട് എന്താ പറയുന്നത്, വല്ല വിധേയനെയും കഥ വരുമ്പോൾ ഒന്ന് എടുക്കപ്പെടണം, നല്ലൊരു പുനരുത്ഥാനം ലഭിക്കണമെന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഒരിക്കലും ഞാൻ യേശു വരുമ്പോഴും എടുക്കപ്പെടും, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ അത് ചെയ്ത് അങ്ങനെ വലിയ
പ്രശംസയിലേക്ക് പോയില്ല. അതുകൊണ്ടാണ് പൗലോസ് പ്രശംസിക്കേണ്ടതായ ഒരു സാഹചര്യം വന്നു. കാരണം എല്ലാവരും അവനെ ധിക്കരിച്ചു കഴിഞ്ഞപ്പോൾ, അംഗീകരിക്കാതെ വന്നപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനും പ്രശംസിക്കേണ്ടത് ആവശ്യമായി വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ അത് സംഭവിച്ചതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ദൈവമക്കൾ നീതികേട് പ്രവർത്തിക്കാത്തതുകൊണ്ട് വമ്പ് പറയത്തില്ല, മനസ്സ് താഴ്മയുള്ളവരായതുകൊണ്ട് വമ്പ് പറയത്തില്ല, ഹൃദയം തുറന്നവരായതുകൊണ്ട് യേശുവിന് വേണ്ടി ഹൃദയം തുറന്നിട്ട് കർത്താവ് ഹൃദയം അടച്ചിട്ടില്ല. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. എല്ലാം പറയുന്നത് ഹൃദയം തുറന്നു കൊടുത്തു, യേശു പ്രവേശിച്ചു, അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യുന്നുള്ള അനുഭവത്തിലേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ അടച്ചു വെച്ച് ഒരു ഒരു വിശ്വാസത്തിൽ വളർത്തി അങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ്. കർത്താവ് നമ്മളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് നമുക്ക് അകത്ത് വരാനും പുറത്തു പോകാനും ലോകത്ത് ജീവിക്കുവാനും പണ്ടുണ്ടായിരുന്ന അതേ രീതി നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സാധനങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അല്ലാതെ അടച്ചു വെച്ചിരിക്കുകയല്ല. പൈശാചിനെ എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിൽ അടച്ചു വെക്കും, സ്ട്രിക്റ്റ് ആയിരിക്കും, അതിൽ നിന്ന് വെളി വരാൻ സമ്മതിക്കത്തില്ല, ഭോഷനായിരിക്കും. ഈ ഭോഷ്ക്ക് പറയുന്നവൻ ഭോഷനാണെന്നുള്ള തെളിവ് നിരത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഹൃദയം എതിർക്രിസ്തു ആരായിരിക്കും എന്ന് പറഞ്ഞാൽ, ഹൃദയം അടച്ച് മനസ്സുകൊണ്ട് നെകളിച്ച് ജഡം കൊണ്ട് നീതികേട് പ്രവർത്തിക്കുന്ന തന്നെത്താൻ ഉയർത്തുന്ന ഭോഷനാണ് എതിർക്രിസ്തു. എതിർക്രിസ്തുവിൻ്റെ നിർവചനം നമ്മൾ ഈ വചനപ്രകാരം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഇവിടെ ഇതിനുള്ള ബന്ധം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഹൃദയം അടച്ച് മനസ്സുകൊണ്ട് നെകളിച്ച് ജഡം കൊണ്ട് നീതികേട് പ്രവർത്തിക്കുന്ന തന്നെത്താൻ ഉയർത്തുന്ന ഭോഷനാണ് എതിർക്രിസ്തു. തന്നെത്താൻ ഉയർത്തും താഴ്ത്തപ്പെടും. ഇവരാണ് എതിർക്രിസ്തു എന്ന് പറഞ്ഞാൽ എതിർക്രിസ്തു ആരാണ്? ഇതാരാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അത് കണ്ടുപിടിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നില്ല. അത് അതിൻ്റെ സമയത്ത് വന്നോളും. ഇവനാണ് എതിർക്രിസ്തു എന്ന് തന്നെ മനസ്സിലാക്കുക. അല്ലാതെ ഇന്ന രാജ്യത്ത് ഇന്ന ആളാണെന്ന് പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ച് പഠിപ്പിക്കുവാൻ ഞാൻ ഒരിക്കലും താല്പര്യം. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ എന്താണ് എൻ്റെ വ്യാഖ്യാനം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ പഠനത്തിൽ നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് എന്താണ് വമ്പ് പറയുന്ന നാവുണ്ടെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കണം. അവൻ സത്യദൈവത്തെയും അവൻ്റെ നാമമാകുന്ന യേശുവിൻ്റെ നാമത്തെയും അവൻ്റെ സത്യകൂടാരമാകുന്ന സഭയുടെ ശേഷിപ്പുള്ളവരെയും സ്വർഗ്ഗത്തിൽ വസിക്കുന്നവരെയുമാണ് ദൂഷിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ സത്യകൂടാരം എന്ന് പറഞ്ഞാൽ, അപ്പോൾ സത്യകൂടാരമാകുന്ന ദൈവത്തിൻ്റെ സഭയുടെ ശേഷി ഭൂമിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സത്യകൂടാരത്തെ അവൻ ദുഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദോഷത്തായ വായി തുറന്നു. അപ്പം യേശുക്രിസ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ കലിപൂണ്ട് ഉള്ള ആൾക്കാരുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. ഇന്നീ ഒരു അധികം താമസിയാതെ വിശ്വാസിയുടെ കൂട്ടത്തിൽ നിന്ന് പോലും അനേകര് യേശു ദൈവമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിന്തകളിലേക്ക് വന്നിട്ട് തെറ്റിപ്പോകാൻ സാധ്യതകളുണ്ട്. അപ്പം അത് ആ ഒരു വളരെ ദുഷ്കരമായൊരു പ്രവൃത്തിയിലേക്ക്, ദുഷ്ടതയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം പിടിച്ചു നിൽക്കണം. ആത്മാവിൻ്റെ ആ ബലത്തിൽ ദൈവം നമുക്ക് തുറന്നിരിക്കുന്ന കാഴ്ചപ്പാടിൽ മാത്രമേ നിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ വീണുപോകുവാൻ സാധ്യതകൾ ഏറെയാണ്. കേൾക്കുന്ന എല്ലാ ഉപദേശവും ശരിയാണെന്ന രീതിയിൽ പോകരുത്. നമുക്ക് പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. അത് 1 യോഹന്നാന്റെ ലേഖനം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ സഭയെന്നോ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സഭയെന്നോ പിതാവിൻ്റെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്നു വരുന്ന ഒരു കാര്യങ്ങളിലും നാം തെറ്റിപ്പോകരുതെന്നും ഈ പഠനത്തിൽ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അപ്പോൾ സത്യകൂടാരമാകുന്ന സഭയുടെ ശേഷിപ്പുള്ളവരെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ആണ് ദുഷിക്കുന്നത്. അപ്പോൾ സാധാരണ ഇവിടെ വന്നിട്ട് അവൻ എതിർക്രിസ്തു ദുഷിക്കുകയാണ്. ആരോടാണ് എതിർക്കുന്നത്? യേശുവിൻ്റെ നാമത്തോടും യേശുവിൻ്റെ സഭയോട് ശേഷിപ്പുള്ളവരോടും സ്വർഗത്തിൽ വസിക്കുന്നവരെയുമാണ് അവൻ ദുഷിക്കുന്നത്. 3.5 വർഷക്കാലമാണ് എതിർക്രിസ്തുവിൻ്റെ ദുർഭരണകാലം. ക്രിസ്തുവേശുവിന് 3.5 വർഷക്കാലത്ത് ഏകലോക ശുശ്രൂഷയാൽ സകല മനുഷ്യർക്കുമുള്ള ദൈവിക രക്ഷാപദ്ധതിയാണ് ഒരുക്കപ്പെട്ടതെങ്കിൽ, ലോക അവസാനത്തിൻ്റെ അന്ത്യത്തിലുള്ളത് അവസാനത്തെ 3.5 വർഷത്തെ എതിർക്രിസ്തു ദുർഭരണം കൊണ്ട് മാനവജാതിയിൽ ബഹുഭൂരിപക്ഷവും വഞ്ചിക്കപ്പെട്ട പാപത്തിനും നാശത്തിനും മരണത്തിനും അടിമകളായി തീരുന്നു എന്നുള്ളതാണ് നമുക്ക് എതിർക്രിസ്തുവിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നത്. ന്യായപ്രമാണം അനുസരിക്കുന്ന പഴയ നിയമത്തിലെ വിശുദ്ധന്മാരോട് മാത്രമല്ല, ഭൂമിയിലെ സകല ഗോത്രത്തിലും വംശത്തിലും ഭാഷയിലും ജാതികളും അവശേഷിക്കും ദൈവസ്ഥയുടെ ശേഷിപ്പിലെ വിശുദ്ധന്മാരോടുമാണ് എതിർക്രിസ്തു യുദ്ധം ചെയ്യുന്നത്. അവരോട് പൊരുതി അവരെ ജയിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമുക്ക് എതിർക്രിസ്തുവിനുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അന്ന് നടക്കാൻ പോകുന്ന പൈശാചിക ആരാധനയിൽ പങ്കാളികളാകാതിരിക്കുന്നവർ ആരായിരിക്കും
എന്നുള്ളതിനെക്കുറിച്ചാണ് വെളിപ്പാട് ദിവസം 13-8 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രബലമായിരിക്കുന്ന പൈശാചിക ആരാധനയിലും മുഴുവനും ദൈവം അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടില്ല. ആഗോള സഭയുടെ ശേഷിപ്പിൽപ്പെടുന്നവര് അവര് എടുക്കപ്പെട്ടിട്ടില്ല, കർത്താവ് എടുക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് വിശ്വാസം ത്യജിച്ചു കളയുകയല്ല ചെയ്യുന്നത്. അവരിൽ ഭൂരിഭാഗം ആൾക്കാരും ജീവൻ പോലും സമർപ്പിക്കുവാനുള്ള ആ ചിന്താഗതിയിലേക്ക് അന്ന് മാറും എന്നുള്ളതും ഈ തരണത്തിൽ ഓർക്കേണ്ടിയിരിക്കുന്നു. അതിന് 13-8 പറയുന്നത്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ജീവപുസ്തകത്തിൽ പേരെഴുത കാണാത്ത എല്ലാ മനുഷ്യനും അതിനെ നമസ്കരിക്കും. ഇപ്പോൾ എന്നാണ് ജീവപുസ്തകം എഴുതി തുടങ്ങിയതാണ് പറയുന്നത്. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്തവർ. അപ്പൊ ജീവപുസ്തകം എഴുതി തുടങ്ങിയത് ലോകസ്ഥാപനം മുതലാണ്. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ കണ്ടതാണ് ആദിജാതന്മാരുടെ സഭ. സ്വർഗീയ യേശുവിനുള്ള ബന്ധത്തിലുള്ള വിശുദ്ധന്മാർ, നിത്യജീവനുള്ള ബന്ധത്തിലുള്ളവരെ കുറിച്ചാണ് ഇവിടെ 30 പേരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് അറുക്കപ്പെട്ട ലോകസ്ഥാപനത്തിലല്ല, ലോകസ്ഥാപനത്തിന് മുമ്പ് യേശു അറുക്കപ്പെട്ടു. മനുഷ്യൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അറുക്കപ്പെട്ടു. എന്നാൽ ലോകസ്ഥാപനം മുതലാണ് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേര് എഴുതാൻ തുടങ്ങിയത്. ആ ജീവപുസ്തകത്തിന്റെ ഇന്ന് വരെയും എഴുതി പൂർത്തീകരിച്ചിട്ടില്ല, അത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകം എഴുതി തുടങ്ങിയത് ലോകസ്ഥാപനത്തിലാണ്. ലോകസ്ഥാപനത്തിൽ ആദ്യമായി പേരെഴുതപ്പെട്ടത് ആരുടെ പേരാണ് എഴുതപ്പെട്ടത്? ആദത്തിന്റെ പേര് എഴുതപ്പെട്ടു. അതിനുശേഷമായി ഹവയുടെ പേര് എഴുതപ്പെട്ടു. അതിനുശേഷമായി കയീന്റെയും ഹാബേലിന്റെ പേര് എഴുതപ്പെട്ടു. എന്നാൽ ലോകാരംഭത്തിങ്കൽ ഇവരുടെ ആദമിന്റെയും ഹവയുടെയും പേരുകൾ മായ്ക്കപ്പെട്ടു. വീണ്ടും അവർ മനസ്സാന്തരപ്പെട്ടപ്പോൾ ഖായിന്റെ ജനനത്തിന് ശേഷമായി ആദമത്തിന്റെയും ഹവയുടെയും പേരുകൾ ജീവസിലുണ്ടായിരുന്നു, ഖായിന്റെ പേരും ഉണ്ടായിരുന്നു. എന്നാൽ ഹാബേൽ എൻ്റെ പേരും 4 പേരുടെ പേരും ഉണ്ടായിരുന്നു. ആദത്തിന്റെയും ഹവയുടെയും ഖായിന്റെയും ഹാബേലിന്റെ പേരുകൾ ജീവസിലുണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഖായിന്റെ പേര് മായ്ക്കപ്പെട്ടു. ആദ്യമായി എന്നേക്കുമായി ജീവസ് പേര് മായ്ക്കപ്പെട്ട വ്യക്തിയാണ് കയീൻ. അവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനായി ദൈവസന്നിധി വിട്ടുപോയി, മാനസാന്തരമില്ലാതെ പോകാൻ കാരണം ദൈവനോട് നേരിട്ട് പറഞ്ഞിട്ടും അവൻ പാപം ചെയ്തു. ദൈവനോട് പറഞ്ഞു, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയും അതിനെ കീഴടക്കണമെന്ന് നേരിട്ട് പറഞ്ഞിട്ടും സാത്താന്റെ ഇങ്ങനെ നിറവേറ്റപ്പെടുവാൻ വേണ്ടി ഹാബേലിനെ കൊന്ന ശാപഗ്രസ്തനായി എന്നേക്കുമായി ജീവപുസ്തകത്തിൽ നിന്ന് പേര് നഷ്ടപ്പെട്ട ആദ്യത്തെ വ്യക്തി കയീനാണ്. ഇതാണ് ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ലോകസ്ഥാപനത്തിൽ പേര് തൊട്ടു തുടങ്ങി ലോക ആരംഭത്തിൽ പേര് മായ്ക്കപ്പെട്ടു. എന്നാൽ പിന്നീടുള്ള ജീവിതത്തിൽ മാനസാന്തര അനുഭവത്തിലേക്ക് വരുമ്പോൾ പേര് വീണ്ടും ശിശുക്കളെ പോലെ ആയിത്തീരുമ്പോൾ നമ്മുടെ പേര് എഴുതപ്പെടുന്നു. പാപം ചെയ്താൽ ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കപ്പെടും. അപ്പോൾ ഇവിടെ ഈ ജീവപുസ്തകത്തിൽ പേരുള്ളവർ മാത്രമാണ്, അഥവാ നിത്യജീവന യോഗ്യതയുള്ളവരാരും തന്നെ ഈ പറയുന്ന സാത്താനിക ആരാധനയിൽ പങ്കാളികളാകുകയില്ല എന്നുള്ളതാണ് ഇവിടെ ഈ 13-8 പറഞ്ഞിരിക്കുന്നത്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ഇതിന്റെ അർത്ഥം ലോകസ്ഥാപനം മുതൽ എല്ലാവരും പേര് വെച്ചിട്ട് ഓരോരുത്തർ ജനിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ലോകസ്ഥാപനത്തിന് മുമ്പാണ് യേശു കുഞ്ഞാട് അറുക്കപ്പെടുന്നത്. എന്നാൽ ജീവപുസ്തകം എഴുതപ്പെടുന്നത് ലോകസ്ഥാപനം മുതലാണ്. ആദത്തിന്റെ പേര് ആദ്യം എഴുതി, ഏദനിൽ വെച്ച് ഹവയുടെ പേര് എഴുതപ്പെട്ടു. ലോകാരംഭം എന്ന് പറയുന്നത് പാപം ചെയ്ത് അവര് പൈശാചിക അധീനതയിൽ പോയപ്പോൾ അവരുടെ പേരുകൾ മായ്ക്കപ്പെട്ടു. എന്നാൽ വീണ്ടും കയീന്റെ ജനനത്തോടു കൂടി അവരുടെ പേരുകൾ പ്രത്യക്ഷപ്പെടുകയും 3 പേരുടെ പേരുമുണ്ടായിരുന്നു. ഹാബേൽ ജനിച്ചപ്പോൾ അവൻ്റെ പേരുണ്ടായിരുന്നു, ജീവപുസ്തകത്തിൽ പേരുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷമായി കയീനാണ് എന്നേക്കുമായ നിത്യനാശത്തിന് അവൻ അർഹതനായി ശപിക്കപ്പെട്ടവനായി എന്നേക്കുമായിട്ട് പേര് നീക്കപ്പെട്ടത്. രാത്രി സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവപുസ്തകത്തിൽ പേരുള്ളവരുടെ ആരാധന സത്യാരാധനയായിരിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിലും അന്നും ക്രിസ്തു അതിനോട് എതിർത്ത് നിൽക്കുന്നത് ജീവപുസ്തകത്തിൽ പേരുള്ളവരായിരിക്കും എന്നുള്ളത് ഇവിടെ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു അവൻ്റെതായ നീചപ്രവർത്തികളിൽ താഴെ
നമ്മൾ ചിന്തിക്കും എന്തൊക്കെയാണ് അവൻ ചെയ്യുന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ദാനിയേൽ 7-25 വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എതിർ ക്രിസ്തു അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുന്നു എന്ന് പറഞ്ഞാൽ കഥ പറഞ്ഞു ദേഹിയെ ദേഹത്തെ കൊല്ലുന്നതിനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ദേഹിയെയും കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയാൻ അഗ്നത്തിൽ തള്ളിക്കളയാൻ അധികാരമുള്ളവരെയാണ് ഭയപ്പെടേണ്ടത്. അപ്പോൾ സാത്താൻ ഒടുക്കിക്കളയാൻ കഴിയും. അവനെ ജഡത്തിൽ നിന്ന് ഇല്ലാതാക്കി, ഹാബേലിനെ ജഡത്തിൽ ഇല്ലാതാക്കി കളഞ്ഞു. പക്ഷേ അവന്റെ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ സാത്താന് കഴിഞ്ഞില്ല. നമ്മുടെ കഥ പറഞ്ഞത് ദേഹത്തെ കൊന്നിട്ട് അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിനെ ഭയപ്പെടേണ്ട. ആരെയാ ഭയപ്പെടേണ്ടത്? ദേഹിയെയും കൊന്നിട്ട് നിത്യനരകത്തിൽ തള്ളിക്കളയാൻ അധികാരമുള്ള ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. അവൻ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുന്നു. മാറ്റപ്പോൾ ആഗോള ഭരണമാകുമ്പോൾ ഈ സമയം ഇന്ന് നമുക്കറിയാം പല സ്ഥലങ്ങളിലും പല സമയങ്ങളാണ് ഉണ്ടെങ്കിൽ ഏകീകൃത സമയത്തിലേക്കുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയും പ്രത്യേകിച്ച് ഈ പറയുന്ന ആരാധനയുള്ള ബന്ധത്തിലുള്ള എല്ലാ നിയമങ്ങളും സമയങ്ങളെയും മാറ്റും. അത് ഇപ്പോഴൊക്കെയുള്ള ഭരണഘടനയൊക്കെ നമുക്കറിയാം മതസ്വാതന്ത്ര്യവും എല്ലാം ഉള്ള പല രാജ്യങ്ങളും ഉണ്ട്. എന്നാൽ ഒരു കാലഘട്ടം വരാൻ പോകുക ഈ നിയമങ്ങളൊക്കെ മാറ്റാൻ പോകുക. അപ്പോൾ അന്നേരം ഒരു പ്രത്യേക ആൾക്കാരെ ആരാധിക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വരാൻ കഴിയും. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന നിയമങ്ങളും നിയമവ്യവസ്ഥകളും ഒക്കെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടം അന്ന് വരുമ്പോൾ അന്ന് ആ നിയമത്തിൽ അത് മാത്രമേ പാടുള്ളൂ എന്നുള്ള നിയമം വരും. ഇന്നിപ്പം സ്വാതന്ത്ര്യമുണ്ട്. ആരെയും എവിടെ വേണമെങ്കിലും ഏത് രാഷ്ട്രത്തെ വേണമെങ്കിലും ദൈവത്തെ ആരാധിക്കാം, അവരുടെ ഇഷ്ടത്തിലുള്ള ദൈവങ്ങളെ ആരാധിക്കാം, ഏത് വിശ്വാസം കൊണ്ടു നടക്കാം, ഏത് ഭാഷയും പഠിക്കാം, എന്നൊക്കെ ജീവിക്കാം എന്നുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുന്നു. അവൻ ഏകലോക ഭരണത്തിന്റെ കർത്താവായി വരുമ്പോൾ അവൻ തന്നെ ചില നിയമങ്ങൾ കൊണ്ടുവന്ന് സകല ജാതികളെയും അവന്റെ കൈക്കീഴിലാക്കി അവൻ ഒരു സമയത്തിന്റെ ഒരേ രീതിയിൽ അവൻ സമയങ്ങളൊക്കെ നീക്കിയിട്ട് ഏകലോക ഭരണത്തിലേക്ക് വരുമെന്നുള്ള വിശുദ്ധമായ കാലങ്ങളും 3.5 വർഷം ഇത് ക്രിസ്തുവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും എന്നുള്ളതും ഇവിടെ നമുക്ക് കാണാം. ഇതിന്റെ വ്യത്യസ്തമായി വംശങ്ങൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, ജാതികൾ എന്ന പരാമർശം വെളിപ്പാട് പുസ്തകത്തിൽ ഉള്ളത് സുവിശേഷത്തിന് ശേഷിപ്പുള്ളവരെ കുറിച്ചാണ്. അല്ലെങ്കിൽ എന്നുള്ള ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഒക്കെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ എന്നുള്ളത്. അവരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കുഞ്ഞാടിന്റെ വലിയ രക്തം കൊണ്ടാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവസ്തം എഴുതപ്പെട്ടു തുടങ്ങിയതിനെ കുറിച്ച് നമുക്കറിയാം. ലോകാരംഭം ആകുന്ന ലോകസ്ഥാപനം മുതലാണ് ലോകത്തിന്റെ ലോകസ്ഥാപനം മുതലാണ് എഴുതപ്പെട്ടത്. ലോകാരംഭത്തിലാണത് മായ്ക്കപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് എഴുതുകയും ചേർക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ ഒടുക്കത്തെ നാൾ വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. ദൈവം സകല മനുഷ്യർക്കും സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നെങ്കിൽ സാത്താനിക ആരാധന അടിച്ചേൽപ്പിക്കപ്പെടുന്നതും നിർബന്ധിതമാണ്. യേശു കർത്താവ് ലോകത്തിൽ വന്നിട്ട് ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നവരെ ഇല്ലാതാക്കാൻ പറഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ബന്ധത്തിൽ അന്നത്തെ കാലത്ത് കർക്കശമായ നിയമം കൊടുത്തത് അത് അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് നിലനിൽപ്പില്ലാത്തതുകൊണ്ടാണ് അന്ന് ദൈവം അത് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് ആ സൊദോം ഗൊമോറയൊക്കെ തീയിറങ്ങി നശിച്ചിട്ടില്ലെങ്കിൽ ലോകം മുഴുവൻ ആ പാപത്തിലേക്ക് പെട്ടുപോകുമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അന്ന് അവിടെ തീ അയച്ച് ഇല്ലാതാക്കി. പക്ഷെ ഇന്നിപ്പോൾ അത് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നതല്ല. അന്നത്തെ അവസ്ഥ അതായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ലോകത്തിൽ യേശുക്രിസ്തു രക്തം ചൊരിയപ്പെട്ടതോടുകൂടി മാനസാന്തരത്തിന്റെയും പരിശ്രമ പ്രവർത്തിക്കുന്നത് കൊണ്ടും ഇന്ന് അന്നത്തെ ഒരു സാഹചര്യമല്ല. തീയിറക്കി നശിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്കറിയാം അവിടെ ആ തീ ഇറങ്ങി അവരെ നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് പടരുമായിരുന്നു. ഒന്ന് നോഗയുടെ ജലപ്രളയ സമയത്ത് വെള്ളം ലോകത്തെ നശിപ്പിച്ചില്ലെങ്കിൽ അത് ലോകം മുഴുവൻ പടർന്ന് തിരിച്ചു വരില്ലാത്ത വിധത്തിൽ മാനവജാതി നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവിടെ അവരെ അങ്ങനെ കൊടിയ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ച് അതിനെ ഇല്ലാതാക്കിയത്. ദൈവം മുഴുവൻ ആൾക്കാരെയും കളഞ്ഞില്ലല്ലോ. അവിടെയും ദൈവം നീതി പ്രസംഗിയായ നോഹയെയും കുടുംബത്തെ രക്ഷിപ്പാണ്ടിടയായി തീർന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ സ്വാതന്ത്ര്യമാണ് ദൈവം തന്നിരിക്കുന്നത്. എന്നാൽ സാത്താനിക മഹോത്സവത്തോടനുബന്ധം നടക്കുന്ന എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ സാത്താനിക ആരാധന അടിച്ചേൽപ്പിക്കുന്നതാണ്. നിർബന്ധമായിരിക്കും, മസ്റ്റായിട്ട് ചെയ്തിരിക്കും. ഇന്ന് ഓപ്ഷൻ ആയിരിക്കും. ഇന്ന് നമുക്ക് കാണുന്നത് ഓപ്ഷനാണ്. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട എന്നുള്ളത്. പക്ഷെ അന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്.
നമ്മൾ ദൈവത്തെ ശുദ്ധ മനസ്സാക്ഷിയിലാണ് ദൈവത്തെ വളർത്തുന്നത്. നമ്മളാഴ്ച പെരുകുമ്പോൾ ദുർമനസാക്ഷിക്കാരുടെ എണ്ണം വർദ്ധിച്ചു പെരുകുവാൻ ഇടയാത്തരും. പൈശാചിക ആരാധന അതിൻ്റെ കൊടിമുടിയിലെത്തുന്ന കാലഘട്ടമാണ് ദുർമനസാക്ഷിയുള്ളവരുടെ സമയം. ഇപ്പോൾ മനസാക്ഷിയുള്ള ഒരു ജനസമൂഹത്തെ കാണാൻ സാധിക്കും. എന്നാൽ ദുർമനസാക്ഷിക്കാരുടെ എണ്ണം പെരുകാൻ പോകുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ആരാധന. ബാബേൽ സമുദായത്തെ വന്നകാലത്ത് നിർബന്ധിത വിഗ്രഹാരാധന നിയമം മൂലം നിലവിൽ വന്നു. അന്നത്തെ നിയമം ഉണ്ടാക്കി അവൻ നെബൂഖദ്നേസർ സ്ഥാപിച്ചിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. അത് അടിച്ചേൽപ്പിച്ചതായിരുന്നു. പക്ഷെ അന്ന് എബ്രായ ബാലന്മാർ വേറിട്ട് നിന്നു, വ്യത്യസ്തരായിരുന്നു. അവരെ തീയിലിട്ടപ്പോൾ ദൈവരെ ഇറങ്ങി വിടിവിക്കുകയാണ് ചെയ്തത്. അതുപോലെ മേദ്യ പേർഷ്യ രണ്ടാമത്തെ സാമ്രാജ്യത്തിന്റെ സമയത്തും 30 ദിവസത്തേക്ക് രാജാവിനോട് മാത്രമല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കുന്നുള്ള രാജനിയമത്തെ അനുസരിക്കാതിരുന്ന ദാനിയേൽ സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ടു. അവിടെയും ദൈവിക കരങ്ങൾ സിംഹത്തിന്റെ വായടച്ച് വിശുദ്ധനെ രക്ഷിച്ചു. പിന്നീടുള്ള ഗ്രീക്ക് സാമ്രാജ്യത്വവും റോമൻ സാമ്രാജ്യത്വവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടേതായിട്ടുള്ള സംസ്കാരത്തെ അവര് പരിപോഷിപ്പിച്ച് അതിൻ്റെതായിട്ടുള്ള അടിച്ചമർത്തലുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തീയ വിശ്വാസം മാത്രമാണ് ഒരിടത്തും അടിച്ചേൽപ്പിക്കപ്പെടാതിരുന്നത്. യേശുവിൻ്റെ സുവിശേഷം അത് ഒരിടത്തും അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ ദാനിയേൽ പ്രവചനത്തിൽ 2 സംഭവങ്ങളും അന്ന് ദൈവരെ ഇറങ്ങി വിടുവിക്കുക ചെയ്തെങ്കിൽ ഈ എതിർ ക്രിസ്തുവിന്റെ ഭരണ സമയത്ത് ദൈവം ആരെയും അങ്ങനെ രക്ഷിക്കത്തില്ല. ദൈവം അവരെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുവേണ്ടി ദൈവം അനുവദിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ തലജീവിതിക്കപ്പെടുന്ന ഒരു കൂട്ടം ഉണ്ടാകണം എന്നുള്ളതും ദൈവത്തിന്റെ നിർണയമാണ്. അതുകൊണ്ടാണ് ദൈവം ഏൽപ്പിച്ചു വിശുദ്ധന്മാർ വിശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷികളാകുകയാണ് ചെയ്യുന്നത് ക്രിസ്തുവിന്റെ സമയത്ത്. അപ്പോൾ ഈ ഐകികം നഷ്ടപ്പെടേണ്ടി വന്നാലും അമൂല്യമായ നിത്യജീവന് വേണ്ടി ദൈവനഗരത്തിലെ ശ്രേഷ്ഠമേറിയ പദവിയും നഷ്ടപ്പെടുത്തുകയില്ല എന്ന് തീരുമാനമുള്ളവരാണ് അന്ന് രക്തസാക്ഷികൾ ആകുന്നത്, തലചേദിക്കപ്പെടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രയും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൽ എന്നായാലും ഒരു ദിവസം മാറ്റപ്പെടണം. അന്ന് ദൈവാത്മാവ് അവിടെ ഉള്ളിൽ അവർക്ക് ഉറപ്പ് കൊടുക്കും. ഇന്ന് നമുക്ക് ഉറപ്പ് നൽകുകയാണ്, നാം മരിക്കപ്പെടേണ്ടി വന്നാൽ മരിക്കപ്പെടണം. അത് സ്വാഭാവികമാണല്ലോ. മരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. അത് നാം ഒരിക്കലും സാത്താനെ ആരാധിച്ചിട്ട് ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നാം യേശുവിനെ ആരാധിച്ചിട്ട് സത്യത്തെ ആരാധിച്ചിട്ട് മരിക്കേണ്ടി വന്നാൽ അതിൽ നാം അധൈര്യപ്പെട്ടു പോകരുത്. ഒന്നുകൂടെ ഞാൻ പറയാം, സാത്താനെ ആരാധിച്ചിട്ട് ഒരു 10 വർഷമോ 20 വർഷം കൂടി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠകരമാണ് നിയമങ്ങൾ വന്ന് കർക്കശമായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആരാധനയുടെ ഇത് വരുമ്പോൾ ഈ സന്ദേശം അന്ന് ജീവനോടിരിക്കുന്നവർക്ക് പ്രയോജനപ്പെടും. ഇന്നൊരു പക്ഷേ ഇത് പ്രയോജനപ്പെടത്തില്ല. എതിർ ക്രിസ്തുവിന്റെ ഭരണസമയത്ത് ജീവനോടിരിക്കുന്നവർക്ക് അന്ന് ഇത്തരം മെസ്സേജുകൾ പ്രയോജനപ്പെടുവാൻ ഇടയാത്തരും. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, സാത്താനെ ആരാധിച്ചിട്ട് 20 60 അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ ജീവിച്ച് മരിച്ചിട്ട് നിത്യനരകാഗ്നിയിൽ പോകുന്നതിനേക്കാൾ ഈ നിമിഷം കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ താൽക്കാലികമായിട്ടുള്ള ജീവിതമേ ഇവിടെ നഷ്ടപ്പെടുകയുള്ളൂ. പക്ഷെ നാം കൈവശമാക്കുന്നത് നിത്യതയുടെ കനമേറിയ നിത്യതയാണ് കൈവശമാക്കുന്നത്. അതുകൊണ്ട് ആ ബുദ്ധിമാന്മാരായിരിക്കണം ദൈവജനം എന്നുള്ളതും ഇന്ന് രാത്രിയോട് ഞാൻ ഓർപ്പിക്കുന്നു. തുടർന്ന് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത് ചെവിയോളം കേൾക്കട്ടെ എന്നാണ്. നമുക്കറിയാം, ചെവിയോളം കേൾക്കട്ടെ എന്നുള്ള കർത്താവ് ഉപമകൾ പറയുമ്പോൾ എന്നുള്ളവരോട് പറഞ്ഞു, ചെവിയോളം കേൾക്കട്ടെ. സഭകളോട് ദൂത് പറഞ്ഞപ്പോൾ കർത്താവ് ചെവിയോളം കേൾക്കട്ടെ എന്ന് പറയാൻ ഇടയാത്തത്. അത് സർവ്വഭൂവാസികളോടുള്ള ബന്ധത്തിൽ ദൈവവചനം പറയാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് സംഭവിക്കുക. ചെവിയോളം കേൾക്കട്ടെ എന്നതിന് തിരുശബ്ദം തിരിച്ചറിയാൻ ഭാഗ്യം ലഭിക്കുന്നതിനെയാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നതിൻ്റെ അർത്ഥം. നമുക്ക് ചെവിയുണ്ട്, പക്ഷെ ആ ചെവി ദൈവവചനം തിരിച്ചറിയാനുള്ള കേൾവിക്ക് വേണ്ടിയാണെങ്കിൽ നമ്മുടെ ചെവികളൊക്കെ ഭാഗ്യമുള്ളതാണ്. കർത്താവിൻ്റെ കാണാനുള്ള കണ്ണാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഭാഗ്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ ഭാഗ്യമുള്ളതെന്ന് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളത്. അതുപോലെ നമ്മൾ ദൈവത്തെ കേൾക്കുന്നെങ്കിൽ നമ്മുടെ ചെവി ഭാഗ്യമുള്ളതാണ്. അപ്പോൾ ദൈവവചനം തിരിച്ചറിയാൻ ഭാഗ്യം ലഭിക്കുന്നവരോടാണ് ബന്ധത്തിലാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം ദൈവത്തോട് മറുത്ത് മറുതളിച്ച് സാത്താനെ ആരാധിച്ച്
നിത്യനാശത്തിന് യോഗ്യരായിത്തീരുന്നു. അതാണ് അന്നത്തെ ആത്മീയ പശ്ചാത്തലം. എതിർക്രിസ്തുവിന്റെ സമയത്തെ പശ്ചാത്തലം പറയുമ്പോൾ പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് എതിർക്രിസ്തുവിന്റെ ഭരണത്തിലേക്ക് വരുന്നത്. അതിന്റെ കാരണം ആരും അന്ന് ദൈവത്തിന് ചെവി കൊടുക്കാതെ പൈശാചിക ആരാധനയിൽ മുഴുകിച്ചേരുന്നതിനാലാണ്. അതിന് വശം കയറാതിരിക്കാൻ അതികഠിനമായ ശോധനയിലൂടെ അന്ന് കടന്നു പോകേണ്ടി വരുന്നു. അതിനെക്കുറിച്ചാണ് അടുത്ത വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. 13-ാം 10-ാം വാക്യം, അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. പക്ഷെ എന്നാൽ കഥാന മധ്യാകാശ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് ഇങ്ങനെയൊരു സ്ഥിതിയിലേക്ക് പോകത്തില്ല. ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇപ്പം ഞാൻ അവിടെ ഇവിടങ്ങളായി അടിമകളാക്കുന്നവരുണ്ട്, കൊല്ലുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്, ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇത് ഇവിടെ പറഞ്ഞ എതിർക്രിസ്തു സമയത്ത് ഉണ്ടാകുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് പലരെയും അടിമകളാക്കി ജയിലിലിടുന്നുണ്ട്, അതുപോലെ തന്നെ നഗ്നരാക്കി നടത്തുന്നുണ്ട്, കൊന്നുകളയുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. പക്ഷെ എതിർക്രിസ്തുവിന്റെ സമയത്ത് സംഭവിക്കാൻ പോകുന്നത് അത് സർവ്വ ഭൂമിയിലും ഒരുപോലെ സംഭവിക്കുന്ന കാര്യമാണ്. അന്ന് ആ കാലഘട്ടത്തിൽ പറയുകയാണ് വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം ആണ് പറയുന്നത്. എതിർക്രിസ്തുവിന്റെ ഗതാഗത ഭരണത്തിന്റെ അവസാനത്തെങ്കിൽ ലോകാലം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ട് അതിനുമേൽ അനുഭവിക്കുക വലിയ കഷ്ടതയുള്ള ആളുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കത് ലോകാസന്ധ നാളിലേക്ക് വരുമ്പോൾ ഉള്ള വിഷയം നമ്മൾ പഠിക്കുന്നതായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി ഞാനിത് ഈ ഭാഗം മനസ്സിലാക്കിയെടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മധ്യാകാശ പ്രത്യക്ഷത്തിൽ ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഉള്ള 3.5 വർഷം സാത്താനിക ഭൗത്തിരമാണ്. അന്ന് ദുരുപദേശങ്ങളുടെ പ്രളയമായിരിക്കും. ഏതെങ്കിലും വിധത്തിൽ ആൾക്കാരെ ഒഴുക്കി കളയാൻ വേണ്ടി പരിശ്രമിച്ചു. എന്നാൽ തുരുത്തുകളായി ഇസ്രായേൽ പ്രമാണത്തിന് വേണ്ടിയും ആഗോള ദൈവസഭയുടെ സാക്ഷ്യമാണ് സുവിശേഷം നിൽക്കുന്നവര് ഭൂമിയിൽ കണ്ടിരിക്കും. അവരെ ഒരു വിധത്തിലും സാത്താനെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം അവർക്കന്ന് പ്രത്യേക അധികാരമുള്ളത് കൊണ്ട്, ഈ 2 സാക്ഷികൾക്ക് അവർക്കത് ഉള്ളത് കൊണ്ട് അവരെ അന്ന് അടിമപ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ 3.5 വർഷം കഴിയുമ്പോൾ എതിർക്രിസ്തുവിന്റെ ആശീർവാദ അനുവാദത്തോടു കൂടി ഈ ലോകത്തിന്റെ ഭരണം കൈയാളാൻ വേണ്ടി 1-ാമത്തെ മുദ്ര കുഞ്ഞാട് പൊട്ടിക്കുമ്പോൾ ഒരുവൻ വെള്ളക്കുതിരപ്പുറത്ത് പ്രത്യക്ഷപ്പെടും. അവനാണ് എതിർക്രിസ്തു. അവൻ വന്ന് ആദ്യം ചെയ്യുന്ന കാര്യം അന്ന് സാക്ഷ്യം തേച്ച് നിൽക്കുന്ന 2 സാക്ഷികളിൽ സാക്ഷ്യം തേച്ച് നിൽക്കുന്നവരെ കൊന്നുകളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ പഠിച്ച ഭാഗത്തിന്റെ ഒരു ഔട്ട്ലൈൻ, ഒരു രത്നച്ചുരുക്കമായിട്ട് ഞാൻ ഇന്ന് എതിർക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനത്തിന്റെ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചെന്നുള്ളത് വേഗത്തിൽ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എപ്പോൾ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അത് കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയ്ക്ക് ശേഷം 3.5 വർഷം കഴിയുമ്പോഴാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത്. 3.5 വർഷത്തെ സാത്താനിക മഹോത്വത്തിന്റെ അവസാനത്തെങ്കിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകത്തിന്റെ 1-ാമത്തെ മുദ്ര കുഞ്ഞാട് പൊട്ടിക്കുന്ന സമയത്താണ് പ്രത്യക്ഷപ്പെടുന്നത്. ലോക സാമ്രാജ്യത്വങ്ങൾ തകർന്ന് ഭിന്നരാജ്യത്വം ഭൂമിയിൽ നിലവിലുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന 10 രാഷ്ട്രങ്ങളുള്ള ഒരു യൂണിയൻ, ഒരു സഖ്യരാഷ്ട്ര ഭരണ സംവിധാനത്തിന്റെ സമയത്തായിരിക്കും എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. എതിർക്രിസ്തു എന്തിനാണ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ ഉത്തരം, ലോക ഭരണ വ്യവസ്ഥയുടെ തലവനായി സാത്താനെ പ്രതികരിച്ച് ലോകത്തെ അനീതിയിൽ ഭരിക്കുവാൻ വേണ്ടി. സാത്താൻ മുഴുവൻ ആലോചനകളും ഭൂമിയിൽ നിറവേറ്റി നാശകരമായ അവസ്ഥ ഉളവാക്കുവാൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടുന്നത് ദൈവത്തിന്റെ വിശുദ്ധന്മാരെ കൊന്നുകളയുന്നതിന്, ഭൂവാസികളെ തെറ്റിച്ച് സാത്താനിക ആരാധന ലോകത്തെ മറിച്ചു കളയുന്നതിന് വേണ്ടി. ക്രിസ്തു എവിടെ നിന്ന് വരുന്നു? അവൻ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു, ആഴത്തുനിന്ന് പ്രത്യക്ഷപ്പെടുന്നു, അഗാധത്തിൽ നിന്ന് കയറി വരുന്നു, 4-ാമത്തെ സാമ്രാജ്യത്വമായിരിക്കുന്ന റോമാ സാമ്രാജ്യത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. എതിർക്രിസ്തു ആരാകുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ സാത്താനുമായിരിക്കും. എതിർക്രിസ്തുവിലാണ് സാത്താൻ മനുഷ്യരൂപത്തിൽ ആവസിക്കുന്നത്. സാത്താൻ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടാൽ എങ്ങനെയാണോ അതായിരിക്കും എതിർക്രിസ്തു. അവൻ പ്രത്യേക ഒരു സൃഷ്ടിയായിരിക്കും. അവനെ ഡിസൈൻ ചെയ്തെടുക്കുന്ന ഒരു സൃഷ്ടിയായിരിക്കും. സാധാരണ ഒരു ജനനമായിരിക്കില്ല എതിർക്രിസ്തുവിന്റെ ജനനം. അവന് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. പുള്ളിപ്പുലിയെ പോലെ വേഗതയും കരടിയുടെ ഉഗ്രതയും സിംഹതുല്യമായ ശൂരവീര പരാക്രമങ്ങളും ഒരുവനാണ് എതിർക്രിസ്തു. ദൈവമെന്ന് നടിക്കുകയും പൈശാചിക ആരാധന മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന വമ്പ് പറയുന്നവനും അഹങ്കാരിയുമാണ്
എതിർ ക്രിസ്തു. എതിർ ക്രിസ്തുവിന്റെ അവസാനം എന്താണ്? കർമ്മൂദ യുദ്ധത്തിന്റെ അന്ത്യത്തിൽ കുഞ്ഞാടിനെതിരെ പോരാടുന്നു. എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും ബന്ധിക്കപ്പെട്ടവരായി എന്നേക്കുമായ തീപ്പൊയിലേക്ക് തള്ളപ്പെടുന്നു. നിത്യനാശത്തിന്റെ കഠിനദണ്ഡത്തിൽ അകപ്പെടുന്നു. അഗ്നിനരകത്തിന്റെ അതിഭയങ്കരമായ ദണ്ഡനത്തിൽ ഏറ്റവും പുറത്തുള്ള ഇരുട്ടാകുന്ന ഇരുട്ടരകാട്ടിൽ കെട്ടപ്പെട്ടവനായി ജീവനോടെ തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതേക്കുറിച്ച് യേശുക്രിസ്തുവിന്റെ അവസാനം എന്താകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ കർമ്മോദയത്തോട് ബന്ധത്തെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇത്രയും ഭാഗം നാം ചിന്തിച്ചപ്പോൾ സാത്താനിക അഗോത്രത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ പഠനത്തെക്കുറിച്ചുമുള്ള ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ തുടർന്നുള്ള ഭാഗം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് ഒരു വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ചെയ്യുന്നത് എന്നുള്ളതിന് ഔട്ട്ലൈൻ മാത്രം പറഞ്ഞ് എൻ്റെ രാത്രി ഞാൻ നിർത്താം. ഇപ്പോൾ യേശുക്രിസ്തു ആരാകുന്നു, പ്രത്യക്ഷപ്പെടുന്നു, എപ്പോഴാണ്, അവൻ എന്തിനാണ് പ്രത്യക്ഷപ്പെടുന്നത്, അവൻ്റെ അവസാനം എന്താകുന്നതിനെ കുറിച്ചൊക്കെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനപ്പുറമായിട്ടുള്ളൊരു പഠനം അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ 666 മുദ്രയെക്കുറിച്ചുള്ള പഠനം നമ്മൾ കള്ളപ്രവാചനെക്കുറിച്ചുള്ള രണ്ടാമത്തെ മുദ്ര പൊട്ടിയ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ച് നിർത്തിയിരിക്കുന്നത് വെളിപ്പാട് ദിവസം 13-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 10 വരെയുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാനമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ കള്ളപ്രവാചകൻ മറ്റൊരു മുഖമായി പ്രത്യക്ഷപ്പെടുന്നതിനുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ അതിനോട് രണ്ടാമത്തെ മുദ്രയുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കും. ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആരാണ് എതിർ ക്രിസ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മൾ ഈ ഇതുവരെയുള്ള പഠനത്തിൽ നമ്മൾ വെളിപ്പാട് ദിവസം 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ വ്യാഖ്യാനിച്ച് നമ്മൾ മറ്റുള്ള ചില ദാനിയേൽ പ്രവചനത്തെയും അതുപോലെ ഈ വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തെയൊക്കെ കൂട്ടി നമ്മൾ സംയോജിപ്പിച്ച് പഠിച്ചെടുത്തത്. എന്നാൽ ഇനിയും നമ്മൾ സാധാരണ മതത്തിൽ 2 സാക്ഷികളെ കുറിച്ച് കണ്ടിട്ട് അവിടെ നമ്മൾ പഠനം നിർത്തിയിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനത്തിലേക്ക് നമ്മൾ പോയി. അതങ്ങനെ പഠിക്കാൻ കാരണം അത് മനസ്സിലാക്കി നമുക്ക് ആരാണ് യേശുക്രിസ്തു എന്നുള്ളത് ഏകദേശം ഒരു ധാരണ നമുക്കുണ്ടായി. ഏത് സാമ്രാജ്യത്തിൽ നിന്ന് വരുന്നു, അവൻ എങ്ങനെയുള്ളവനായിരിക്കും, എന്താണ് അവൻ്റെ ദൗത്യം എന്നുള്ളതിനെക്കുറിച്ച് അവൻ വമ്പ് പറയുന്നതായിരിക്കും, അഹങ്കാരിയായിരിക്കും, ക്രൂരനായിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ മനസ്സിലാക്കി എങ്ങനെയാണ് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സങ്കല്പിക്കുകയല്ല ചെയ്തത്. എൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കി യൂറോപ്യൻ യൂണിയനെ കുറിച്ച് മാത്രം പറഞ്ഞത് ഞാൻ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അത് അങ്ങനെ ആയിരിക്കാം. ഇനി അതിൻ്റെ വേറൊരു പേരിലാണ് വരുന്നുണ്ടെങ്കിൽ അന്നേരം എന്നെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അതേക്കുറിച്ച് അങ്ങനെ ഒരു ഉപദേശം ആണ് എന്ന് പറയാതെ ഒരു അഭിപ്രായമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവത്തോട് എപ്പോഴും വിശ്വസ്ത പുലർത്തുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇന്ന് പഠിപ്പിച്ച നാളെ അതങ്ങനെ അല്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ യൂറോപ്യൻ യൂണിയനെ കുറിച്ചുള്ള പഠിച്ചു വെച്ച് 27 രാഷ്ട്രങ്ങളോട് ബന്ധത്തിൽ പഠിച്ചത് 10 മാറും. അതിനുശേഷം അതാകുന്നുള്ളത് ഞാൻ ഇതിനോട് ബന്ധത്തിൽ ഒരു അഭിപ്രായമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെയാകാനാണ് സാധ്യത. അതിൻ്റെ സാധ്യതകൾ 2020 ആരംഭിച്ചു. ബ്രെക്സിറ്റിലൂടെ യൂറോപ്യൻ രാജ്യത്തു നിന്ന് ബ്രിട്ടൻ പുറത്തുപോയി. ഏതെല്ലാം രാഷ്ട്രങ്ങൾ പോകുമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു പ്രവചനമാണ് ഇവിടെ ഒരു എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനത് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും തന്നെ അഭിപ്രായങ്ങളെല്ലാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും നമുക്ക് യോജിച്ചു പോകാൻ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നുള്ളത് ഓർപ്പിക്കുന്നു. പക്ഷേ അതിന് ആധികാരികമായിട്ട് വെളിപ്പെടുത്തിയെടുക്കാനായിട്ട് വചനത്തിന് തെളിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ വചനത്തെ വെച്ചാൽ വമ്പ് പറയുന്നു, അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു വിഷയം യൂറോപ്യൻ യൂണിയൻ ആണോ എന്നുള്ളത് അങ്ങനെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയായിട്ടുള്ള ഭാഗം കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആരെയും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആണെങ്കിൽ ആണെന്ന് പറയും, അല്ലെങ്കിൽ അല്ലെന്ന് പറയും, അല്ലെങ്കിൽ അത് അഭിപ്രായമാണെന്ന് പറയും. അപ്പോൾ യൂറോപ്യൻ യൂണിയനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ്. അതൊരു ടീച്ചിങ് അല്ല. അത് വേണമെങ്കിൽ മാറാം. എന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും തന്നെ അത് അഭിപ്രായങ്ങളല്ല, അത് ഉപദേശമാണ്, വചനപരമായിട്ട് അടിസ്ഥാനമുള്ളതാണ്. ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞതിൻ്റെ അകത്തും അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ അതും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതും ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ എന്താണ് സാത്താൻ ചെയ്യുന്നത്, അവൻ എന്തായിരിക്കും ആദ്യം അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്നുള്ളതാണ് വെളിപ്പാട് ദിവസം 11-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്രകാരം അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. ഞാൻ പല പ്രാവശ്യം ഈ പറയുന്ന 2 സാക്ഷികൾ മോശയല്ല, ഏലിയാവല്ല,
ഹാനോക്കല്ല എന്ന് പറയുമ്പോൾ പലരും പിന്നെയും ചോദിക്കുന്നത് പിന്നെ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് പിന്നെയും വേണ്ടത് വേറെ രണ്ട് വ്യക്തികളെ വേണ്ടിയത്. മോശയും ഏലിയാവും ഹാനോക്കും അല്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് രണ്ട് വ്യക്തികൾ? രണ്ടുപേരുടെ പേര് ഞാൻ പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും സന്തോഷമാകും. ഇപ്പം മോശയല്ല എന്നുള്ളത് മനസ്സിലായി, ഏലിയാവല്ല എന്നുള്ളത് മനസ്സിലായി, ഹാനോക്കല്ല എന്നുള്ളത് മനസ്സിലായി. എന്നാൽ പിന്നെ ആരാണെന്നാണ് അടുത്ത ചോദ്യം. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ തറപ്പിച്ചും ഉറപ്പിച്ചും പറയട്ടെ, രണ്ട് നിലവിളക്കും രണ്ട് ഒലിവൃക്ഷമാകുന്നുള്ളത് വേദവസ്തുവിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയല്ലേ. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാരാകുന്നു. അവർ രണ്ട് വിളക്കും രണ്ട് നിലവിളക്കുമാകുന്നു എന്ന് വചനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നുണ്ട്. സഗീരപുരം 4-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കി രണ്ട് ഒലിവുമരവും രണ്ട് നിലവിളക്കും എന്താണെന്നുള്ളത് വെളിപ്പാടത്തോട് ബന്ധത്തിൽ അത് വെളിപ്പെടുത്തിയിട്ട് ഇപ്പോഴും ചിലർക്ക് പിന്നെയും രണ്ടു പേരുടെ പേരാ കേൾക്കേണ്ടത്. പക്ഷേ എനിക്കങ്ങനെ രണ്ടുപേരുടെ പേരെടുത്ത് പറയാൻ എനിക്കറിയത്തില്ല, അതങ്ങനെ പറഞ്ഞിട്ടില്ല, അതൊരു സമൂഹമാണ്. അപ്പം അതുകൊണ്ട് ഈ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരെ രണ്ട് നിലവിളക്കുകളുടെ ബന്ധത്തിലും പഴയ നിയമകൽപ്പനയുള്ള ബന്ധത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഇസ്രായേലിനുള്ളവരും അത് രണ്ട് ഒലു മരത്തോടുള്ള ബന്ധത്തിലുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് ഒലിവുമരവും രണ്ട് നിലവിളക്കും എന്ന് പറയുന്നത് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ളവരുമാണ്. അതല്ലാതെ അത് കേവലം രണ്ട് വ്യക്തികളല്ല എന്നുള്ളത് ഞാനൊരു 100 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി അത് ആവർത്തിച്ച് പറയുന്നു. ദൈവത്തെ ഓർത്ത് രണ്ട് വ്യക്തികളല്ല, രണ്ട് സമൂഹങ്ങളാണ്, രണ്ട് സാക്ഷികളുടെ സമൂഹങ്ങളാണ്. ഇനിയും ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അത് ദൈവം അവർക്ക് മനസ്സിലാക്കി. ഞാനിപ്പോൾ മോശ ഏലിയാവ് ഹാനോക്കും അല്ല എന്ന് അവരത് അംഗീകരിച്ചു, പലരും അംഗീകരിച്ചു. പക്ഷേ ആരാണ് എന്നുള്ളത് പേര് പറയണം. അങ്ങനെ പേര് പറയാനായിട്ട് അന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷ സാക്ഷികൾ ആരാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അന്ന് ജീവനോടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളുള്ളവർ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ആരാണെന്ന് പറയാൻ പറ്റുമോ? ആർക്ക് പറയാൻ പറ്റും? അങ്ങനെ പ്രത്യേകിച്ചൊരു പേര് അവിടെ ഇല്ല. അതുകൊണ്ടാണ് പറയപ്പെടാത്തത്, അതുകൊണ്ടാണത് പറയാത്തത്. എന്നാൽ അതിൻ്റെ സംശയം മാറ്റുക. അത് രണ്ട് വ്യക്തികളല്ല. അങ്ങനെ രണ്ടുപേരും ഇവിടെ വന്ന് കൊന്ന് അവരോട് മരിച്ചിട്ട് കിടന്നിട്ട് അവരെ സ്വർഗ്ഗത്തോട്ട് എടുത്തിട്ട് എന്ത് കിട്ടാനാ? അവരെ മാത്രം കൊണ്ടുപോയിട്ട്? അതല്ല എൻ്റെ അർത്ഥം. അതിൻ്റെ ഉദ്ദേശം അതല്ല. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാകുമ്പോൾ അങ്ങനെ മോശ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ മരിച്ചു, അല്ലെങ്കിൽ ഹാനോക്ക് ഇവിടെ പ്രത്യക്ഷപ്പെട്ട് മരിച്ചു, ഏലിയാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട് മരിച്ചു, രണ്ടുപേരും പ്രത്യക്ഷപ്പെട്ട് മരിച്ചു, അവരിവിടെ കിടന്നു, അവരെ മുകളിലോട്ട് കൊണ്ടുപോയി. എന്ത് നേടി? എന്താ അതിൻ്റെ പ്രയോജനം? എന്താ? എന്ത് പ്രയോജനമുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. സാധാരണ 3.5 വർഷം മോശ ഏലിയാവും ഹാനോക്കും വന്ന് അവർ അല്ലെങ്കിൽ മോശ ഏലിയാവും കൂടി യുദ്ധം ചെയ്യുന്നു, പിടിച്ചു നിൽക്കുന്നു. ഇവർ രണ്ടുപേരും മരിച്ചോടെ കിടക്കുന്നു. ഇവർ രണ്ടുപേരും സ്വർഗ്ഗത്തിലോട്ട് പോയി. എന്താ പ്രയോജനം? എന്ത് നേടി? 3 വർഷം കൊണ്ട് എന്താ ദൈവം ആ പ്രവർത്തനം എന്ത് കിട്ടി? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? രണ്ടുപേരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണോ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത്? 3 വർഷം ഇവർ രണ്ടുപേരും യുദ്ധം ചെയ്യുക, ഇവർ രണ്ടുപേരും മരിക്കുക, മരിച്ചു വീതി കിടക്കുക, ഇവർ രണ്ടുപേരും സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഈ ഹാനോക്ക് വന്നു, ഹാനോക്കും ഏലിയാവും കൂടെ വന്നു, അവർ രണ്ടുപേരോട് യുദ്ധം ചെയ്തു. അവിടെ യുദ്ധം ചെയ്തു. സാധാരണ അവൻ ചെയ്യാൻ പറ്റത്തില്ല. ഇവർ തന്നെ അവരെ നശിപ്പിച്ച് കളയുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്ക് സുഖം, ഇവരെ കൊന്നു കളയുന്നു. ഇവർ രണ്ടുപേരും സ്വർഗ്ഗത്തിലോട്ട് പോയി. അതുകൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അങ്ങനെയല്ലാത്ത പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു പ്രയോജനമില്ലാത്ത കാര്യമല്ലേ? സാധാരണ മഹോദരത്തിൽ വന്ന ഇവർ രണ്ടുപേരും എതിർത്ത് നിന്നു, സാധാരണ എതിർത്ത് നിന്നു. അവരെ അന്ന് എതിർത്ത് നിന്നിട്ട് അവസാനം എതിർ ക്രിസ്തു വരുന്നു, ഇവരെ രണ്ടുപേരെ കൊല്ലുന്നു, ഇവർ രണ്ടുപേരും വീണ് കിടക്കുന്നു. ഈ രണ്ടുപേരും മാത്രം സ്വർഗ്ഗത്തിലേക്ക് പോയെങ്കിൽ അതുകൊണ്ട് എന്താണ് ദൈവത്തിനോ ദൈവനാമത്തിനോ പ്രയോജനമായിട്ടുള്ളത്? എന്താണുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? അത് അല്ലാതെ അവരെ കൊണ്ടുപോകാമല്ലോ. അതല്ല അവിടെ സംഭവിക്കുന്നത്. ഇത് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം ആദിയാതന്മാർ സഭ എടുക്കപ്പെട്ട ശേഷമുള്ള സഭ ഭൂമിയിൽ കണ്ടിരിക്കുമെന്നും കാണുമെന്നും അവരെ രണ്ട് നിലവിളക്കാണ് വെളിപ്പെടുത്തിയിരിക്കുന്നുള്ളതും ഇസ്രായേലിലെ പഴയ വിശുദ്ധന്മാർ ആരും തന്നെ പുനരുത്ഥാനം പ്രാപിച്ചിട്ടില്ല എന്നുള്ളതും നാം ഗ്രഹിക്കുക, മനസ്സിലാക്കുക. കർത്താവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ ആദിയാതന്മാരുടെ സഭ മാത്രമേ പുനരുത്ഥാനം പ്രാപിക്കും. പുനരുത്ഥാനങ്ങളെക്കുറിച്ച് തേജസ്സിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് ഈ വ്യക്തികൾ മനുഷ്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ ബുദ്ധിക്ക് തെളിവായി ഞാൻ ഓർപ്പിച്ച് പറയുക, ഇവർ രണ്ടുപേരും കൂടെ മാത്രം പോരാടി നിന്നിട്ട് ഇവർ രണ്ടുപേരും ഏഷ്യാൻ്റെ വീതികളിൽ മരിക്കപ്പെട്ട് കടന്നു കഴിഞ്ഞിട്ട് ഇവരെ മാത്രം ഉയർത്തി കൊണ്ടുപോയാൽ അതുകൊണ്ട് ദൈവത്തിനോ ദൈവനാമത്തിനോ എന്ത് പ്രയോജനമുണ്ട്? സാത്താൻ വരുന്നത്, ഏത് ക്രിസ്തു വരുന്നത് ഇവരെ രണ്ടുപേരെ കൊന്നുകളയാൻ വേണ്ടിയാണോ? ഈ രണ്ടുപേരെ കൊന്നുകളയാൻ വേണ്ടി മാത്രമാണ് വരുന്നത്? അതല്ല.
സാക്ഷിയുടെ സമൂഹമാണ്. ഇത് ക്രിസ്തു സാത്താൻ അത് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അന്ന് ഇവിടെ ശേഷിപ്പുണ്ടായിരിക്കും. അന്ന് സുവിശേഷത്തിന് സാക്ഷ്യം പറയുന്ന ശേഷിപ്പുണ്ടായിരിക്കും. ഇസ്രായേലിൻ്റെ ശേഷി കൂടി ഉണ്ടായിരിക്കും. ഇസ്രായേലിൽ നിന്ന് ആരും തന്നെ പുനരുത്ഥാനം പ്രാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ പഴയ നിമിഷന്മാർ ആരും തന്നെ പുനരുത്ഥാനം പ്രാപിച്ചു. എന്നാൽ അവരുടെ പുനരുത്ഥാനം കൂടി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഭാഗം തുടർന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ സുവിശേഷത്തിൽ പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ 4 പുനരുത്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 പുനരുത്ഥാനങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ഒന്നാമത്തെ പുനരുത്ഥാനവും ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനമാണ്. ഒന്നാമത്തെ പുനരുത്ഥാനം അത് തലയറക്കപ്പെടുന്നവരുടെ പുനരുത്ഥാനമാണ്. അവിടെ ആത്മാക്കളെ വെച്ചിരിക്കുന്നത് പർദീസയിലല്ല, യാഗപീഠത്തിന് കീഴിൽ. അതേക്കുറിച്ച് നമ്മൾ പഠിക്കും. ഞാൻ അവിടെ തന്നെ ഇടുകയാണ്. അതാണ് ഒന്നാമത്തെ. ഇപ്പം കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്ന സഭയുടെ പുനരുത്ഥാനം, ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ അത് വളരെയധികം തെറ്റിപ്പോയി. അത് വളരെ ഒന്നുകൂടെ വായിക്കണമേ. അങ്ങനെ ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഒന്നുകൂടെ വായിച്ച് തിരുത്തണമെന്ന് വിനയപുരസ്സരം ഓർപ്പിക്കുകയാണ്. 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് മരിച്ചുപോയ ആത്മാക്കളെ കണ്ടു, അവർ ജീവിച്ചു. യാഗപീഠത്തിന് കീഴിൽ മരിച്ചവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു, അവർ ജീവിച്ചു. 1000 ആണ്ട് ക്രിസ്തുവിനോട് വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഞാൻ പറഞ്ഞ 20-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമാണ്. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവരിയ്ക്കുന്നവർക്ക് ന്യായാധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന് മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായൊരു ആത്മാക്കളെയും ഞാൻ കണ്ടു, അവർ ജീവിച്ചു. 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. അപ്പോൾ ഇതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. ആത്മാക്കളെ കാണുന്നത്, അന്ന് കാണുന്നത് രക്തസാക്ഷികളായിട്ടുള്ളവരുടെ ആത്മാക്കളെയാണ് അവർ കാണുന്നത്. ആത്മാക്കളെ ഞാൻ കണ്ടു. ഇവിടെ ആത്മാക്കളെ കാണുന്നത് യാഗപീഠത്തിന് കീഴിലാണ്. അപ്പം ഈ എതിർക്രിസ്തുവിനോട് യുദ്ധം ചെയ്ത് അവനെ ജയിച്ചു നിൽക്കുന്നവരാണ് ഒന്നാമത്തെ പുനരുത്ഥാനം പ്രാപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ വെച്ചാണ് പഠിപ്പിക്കുന്നെങ്കിൽ സാത്താനിക മഹത്വത്തിലൂടെയും എതിർക്രിസ്തുവിൻ്റെ പഠനത്തിലൂടെയും ദൈവസഭ, ആഗോളസഭ മുഴുവൻ പോകുമെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കും. അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മധ്യാകാശവരവെങ്കിൽ നടക്കുന്ന പുനരുത്ഥാനമല്ല ഒന്നാമത്തെ പുനരുത്ഥാനം. അത് വളരെ ശ്രദ്ധിച്ച് മുൻവിധി ഒന്നും കൂടാതെ വായിച്ചു കഴിയുമ്പോൾ മനസ്സിലേക്ക് എടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. നമ്മൾ കേട്ടിരിക്കുന്നതുകൊണ്ട് ഒന്നാമത്തെ പുനരുത്ഥാനമാണ് ദൈവസഭയുടെ ആദിയാത്മാരുടെ സഭയുടെ പുനരുത്ഥാനമെന്ന് തെറ്റിദ്ധരിക്കപ്പെടരുത്. അത് തലഛേദിക്കപ്പെട്ടവരുടെ ഇതാണ്. തലഛേദിക്കപ്പെട്ടവരുടെയും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്ന നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിനുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. ഈ മുദ്രയൊക്കെ ഏൽപ്പിക്കുന്നത് എതിർക്രിസ്തു പറഞ്ഞ സമയത്താണ്. അപ്പം അതുകൊണ്ട് ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഇതാണ് പലരും ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതല്ല ഒരു പുനരുത്ഥാനം. അപ്പം അതിനോട് അങ്ങ് കണക്ട് ചെയ്ത് അങ്ങ് പഠിപ്പിക്കുക. പിന്നെ പറയുന്നത് ഒടുക്കത്തെ നല്ല പുനരുത്ഥാനമാണ്. അത് ആകാശം ഓടിപ്പോയതിനു ശേഷം നടക്കുന്നത്. ഈ 2 പുനരുത്ഥാനമല്ല നമ്മൾ ആദിയാത്മാരുടെ സഭയെക്കുറിച്ചത്. അതുകൊണ്ട് ആരെങ്കിലും കേൾക്കുമ്പോൾ സംശയമുണ്ടെങ്കിൽ മുമ്പ് പഠിപ്പിച്ചിരിക്കുന്ന ക്ലാസ്സുകൾ കേൾക്കുക. വെളിപ്പാട് 12-ാം അധ്യായത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പഠനം ശരിയായ രീതിയിൽ മനസ്സിലാക്കി എടുക്കണം. അന്ന് നടക്കുന്ന പുനരുത്ഥാനം ഫിലിപ്പിയ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ പറയുന്ന മരിച്ചവരുടെ പുനരുത്ഥാനമാണ്. ക്രിസ്തുവേശു പുനരുത്ഥാനം തന്നെയാണ് ആദിയാത്മാരുടെ പുനരുത്ഥാനം. ആദിയാത്മാരുടെ പുനരുത്ഥാന ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നുള്ളത് അന്ന് തെളിയിച്ചിട്ടുണ്ട്. അതൊന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ 11-ാം അധ്യായത്തിൽ സംഭവിക്കുന്നത് 2 പേരും ഇവിടെ വന്നു, മരിച്ചു. അവർ 2 പേര് കടന്നു, അവർ 2 പേര് സ്വർഗത്തിലേക്ക് പോയി. അതുകൊണ്ട് ഒരു പ്രയോജനവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. മോശയ്ക്കും ഏലിയാവിനും വേണ്ടിയാണോ 3.5 വർഷം ഈ എതിർക്രിസ്തുവിൻ്റെ ഭരണം എതിർക്രിസ്തുവൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്? എത്ര ചിന്തിച്ചാൽ ഒന്നുമില്ലാത്തൊരു വിഷയമാകത്തില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 3.5 വർഷത്തേക്ക് ഒരു മോശ ഏലിയാവ് വന്നു, അല്ലെങ്കിൽ ഹാനോക്ക് വന്നു. അവർ 2 പേര് എതിർത്ത് നിൽക്കുന്നു. ഇത്രയും 3.5 വർഷത്തെ സാത്താൻ്റെ മുഴുവൻ പ്രയോഗം മുഴുവൻ ഇവരോട് 2 പേരോട് മാത്രമാണ്, മോശയോടും ഹാനോക്കിനോടും. അവർ എതിർത്ത് നിൽക്കുന്നു. എതിർക്രിസ്തു വന്നിട്ട് ആദ്യം ചെയ്യുന്ന ഇവർ 2 പേര് മാത്രം കൊല്ലുക. എന്തൊരു സിമ്പിൾ കാര്യമാണ്. അതാണോ സംഭവിക്കുന്നത്? അല്ല. എന്നാൽ മർമ്മമായി പറഞ്ഞിരിക്കുന്ന പുനരുത്ഥാനങ്ങളിൽ ദൈവസഭയുടെ ആദിയാത്മാരുടെ സഭ പുനരുത്ഥാനം പ്രാപിക്കുന്നത് വെളിപ്പാട് 12-ാം അധ്യായത്തിൽ മർമ്മമായി പറഞ്ഞിരിക്കുന്നത് ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി പെട്ടെന്ന് സ്വർഗത്തിൻ്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് ഒരു ആൺകുട്ടിയോടുള്ള ബന്ധത്തിൽ, ഏകവയത്തിൽ ഒരു കുട്ടിയോടുള്ള ബന്ധത്തിൽ ആലങ്കാരിക ഭാഷയിൽ ഉപമയോടുകൂടി പറഞ്ഞിരിക്കുകയാണ്. ആദിയാത്മാരുടെ സഭയാണ്. അതിൻ്റെ അകത്ത് ഒരു വ്യക്തിയല്ല പോയത്,
ഒരു ഗ്രൂപ്പാണ് പോയത്. ആദിജാതന്മാരുടെ സഭ ഒന്നായിട്ടാണ് എടുക്കപ്പെട്ടത്. ഇന്ന് രാത്രി അത് ശ്രദ്ധിക്കണമേ. ഇവിടെ ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ആൺകുട്ടിയെ അവിടെ കൊണ്ടുപോയി സിംഹാസനിരുത്തുന്നല്ല അർത്ഥം. ആർക്കെല്ലാം സ്വർഗീയ സിംഹാസനിരിപ്പാൻ അധികാരമുണ്ടോ അത് ആദിജാതന്മാരുടെ സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതൊരു ഗ്രൂപ്പാണ്, നിങ്ങളാണ്. പക്ഷെ അതിനെ മുഴുവനായി കാണിക്കാതെ ആൺകുട്ടിയെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, അത് ഉമ്മയോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദിജാതന്മാരുടെ സഭയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയും രണ്ട് സാക്ഷികൾ, സാക്ഷ്യം തികച്ചു നിൽക്കുന്നവര്, രണ്ട് സാക്ഷികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ പർദീസയുടെ മൂന്നാം സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ആദിജാതന്മാരുടെ സഭ കർത്താവിന്റെ മധ്യാശ വരവെങ്കിൽ അവര് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു. 3.5 വർഷം അവിടെ സംരക്ഷിക്കുന്നു. അപ്പൊ അവിടെ സന്തതി ശേഷിപ്പെട്ടിരിക്കുന്ന 2 ഒലിവുമരവും 2 നിലവിളക്കുമുണ്ട്. അതിൽ ഒന്നാമത്തെ ഒലിവുമരം കാണിക്കുന്നത്, പ്രതികരിക്കുന്നത് മീതെയുള്ള പർദീസയിലെ 1-ാം സ്വർഗത്തെ വെളിപ്പെടുത്തുന്നു. അവിടേക്ക് പഴയ നിയമത്തിന്റെ പ്രമാണമുള്ളവരും ഇസ്രായേലിൽ നിന്ന് ദൈവപ്രമാണം കൽപ്പന പ്രമാണിച്ച് അതിനോടുള്ള തികവ് പ്രാപിക്കുന്നവർ എത്തിച്ചേരുന്നത് പർദീസയിലെ 1-ാം സ്വർഗത്തിലാണ്. അവരാണ് ഒന്നാമത്തെ ഒലിവുമരം കാണിക്കുന്നത്. ഒന്നാമത്തെ നിലവിളക്ക് കാണിക്കുന്നത് ആഗോള സഭയിൽ നിന്ന് മണവാട്ടി സഭയുടെ തോഴിമാരാകാൻ യോഗ്യത പ്രാപിക്കുന്ന കന്യകമാരവിടെ അവിടെയാണ് രണ്ടാമത്തെ സ്വർഗത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പർദീസയിലെ 1-ാം സ്വർഗത്തെയും 2-ാം സ്വർഗത്തെയുമാണ് ഈ 2 ഒലിവുമരത്തിലെ ഒരു ഒലിവുമരവും ഒരു നിലവിളക്കും വെളിപ്പെടുത്തുന്നത്. അവരെയാണ് ഈ സാക്ഷ്യം തികച്ചു വരുന്നത്. ഇപ്പൊ സാക്ഷികളുടെ സമൂഹമുണ്ട്, അതിൽ തികവ് പ്രാപിക്കുന്നവരാണ്. ഇപ്പൊ എല്ലാവരും തികവ് പ്രാപിച്ചില്ല. ഇത് തന്നെയാണ് ആഗോള സഭയുടെ മധ്യത്തിൽ നടക്കുന്നത്. ആഗോള സഭയിൽ തികവ് പ്രാപിച്ചവർ മാത്രമാണ് എടുക്കപ്പെട്ടത്. ഇവിടെയും എല്ലാവരും നിത്യജീവൻ പേരുള്ളവരും അവർ ദൈവകരായിട്ട് നിൽക്കുന്നു. പക്ഷേ തല ഛേദിക്കപ്പെടുകയും മരിക്കപ്പെടുകയും ചെയ്യാൻ വേണ്ടി നിന്നുകൊടുക്കുന്ന തികവ് പ്രാപിക്കുന്നവരുണ്ട്. അവരെയാണ് കൊന്നുകളയുന്നത്. അത് ആഗോളപരമായിട്ട് കൊന്നുകളയും. അതേക്കുറിച്ച് അവർ പറയുന്നത്, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആഴത്തിൽ നിന്ന് കയറി വരുന്നു എന്നിവിടെ പ്രസ്താവിച്ചിരിക്കുന്ന ആത്മീയർത്ഥത്തിൽ ഇരുളിന്റെ വ്യാപാര ശക്തിയെ വെളിപ്പെടുത്തുന്നതിനാണ്. ആദിജാതന്മാരുടെ സഭ സ്വർഗാസഭയിൽ എടുക്കപ്പെടുന്ന സന്ദർഭത്തിൽ നടക്കുന്ന സാത്താനുള്ള യുദ്ധം മധ്യാകാശത്തിൽ വെച്ചാണ് സംഭവിക്കുന്നെങ്കിൽ 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്ന എതിർക്രിസ്തുവിനുള്ള യുദ്ധം ഭൂമിയുടെ മധ്യഭാഗമാകുന്ന യെരുശലേമിൽ വെച്ചാണ് നിലനിർത്തപ്പെടുന്നത്. മറ്റൊരു യുദ്ധം ഭൂമിയുടെ മധ്യഭാഗത്ത് വെച്ച് നടക്കുകയാണ്. അത് ഈ 2 സാക്ഷികളിൽ തികഞ്ഞവരുമായിട്ടുള്ള യുദ്ധമാണ് എതിർക്രിസ്തു ചെയ്യുന്നത്. അത് ഭൂമി നടക്കാൻ പോകുന്ന യുദ്ധമാണ് നടക്കുന്നത്. മറ്റത് അത് സഭ എടുക്കപ്പെടുന്ന സമയത്ത് ആദിജാതന്മാരുടെ സഭ എടുക്കുമ്പോൾ മീഖായേലും സംഘവും സാത്താനോടെ പോരാടുന്നെങ്കിൽ അവരവനെ ജയിച്ച് സ്വർഗാസഭയിൽ പ്രവേശിക്കപ്പെടുമ്പോൾ എതിർക്രിസ്തുവിനോട് പോരാടി ഈ മരിക്കുന്നത്, അവനോട് യുദ്ധം ചെയ്ത് മരിക്കുന്നത് ഈ 2 സാക്ഷികൾ തികവ് പ്രാപിക്കുന്നവരാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുന്നു. അധ്യായശുദ്ധത്തിൽ സാത്താൻ അവന്റെ ദൂതന്മാരും ദൈവത്തിന്റെ പ്രധാന ദൂതനായ മീഖാലിനോട് അവന്റെ ദൂതന്മാരോട് പടപെട്ടുന്നത്, അതിൽ സാത്താനും സംഘവും പരാജയപ്പെട്ട് ദൈവപാതയോടെ വന്ന ഭൂമിയിലേക്ക് തള്ളപ്പെടുമ്പോൾ ആദിജാതന്മാരുടെ സഭ സ്വർഗാസുഖത്തിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെടുകയാണ്. ആഴത്തിൽ നിന്ന് കയറി വരുന്നവർ ഇത് ക്രിസ്തു ഭൂമിയിൽ സാക്ഷ്യം തേച്ചു നിൽക്കുന്ന വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിച്ച് കൊന്നുകളയുകയും ലോകഭരണം താൽക്കാലികമായി കൈവശപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. മധ്യാകാശ യുദ്ധത്തിൽ പരാജയപ്പെട്ട ആകാശമണ്ഡലത്തിൽ തള്ളപ്പെടുന്ന സാത്താൻ എങ്ങനെയെങ്കിലും ലോകത്തിൽ അവന്റെ അധികാരം നിലനിർത്താനുള്ള തത്രപ്പാടിലാണ് എതിർക്രിസ്തുവിനെ വിശുദ്ധമായ യുദ്ധത്തിനായി രംഗത്തിറക്കുന്നത്. അതിനൊന്നമായി അവൻ ചെയ്യുന്ന യുദ്ധമാണ് ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാകുന്നു. തുടർന്നുള്ള ഭാഗം അതിന്റെ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കാണിച്ചിരിക്കുന്നത് 2 സാക്ഷികളുടെ പുനരുത്ഥാനമാണ്. 2 സാക്ഷികൾ എന്ന് പറഞ്ഞത് ഒരു ഒലിവുമരവും ഒരു നിലവിളക്കുമാണ്. അതിനുശേഷം വീണ്ടും 2-ാമത്തെ ഒലിവുമരവും 2-ാമത്തെ നിലവിളക്കും അവരാരാണെന്ന് വെളിപ്പെടുത്തും. അപ്പോൾ ഇവരുടെ പുനരുത്ഥാനം ആണ് അന്ന് സംഭവിക്കുന്നത്. അതൊരു സമൂഹത്തിന്റെ പുനരുത്ഥാനമാണ്. ചുരുക്കത്തിൽ രക്തചുരുക്കമായി പറഞ്ഞാൽ ഈ 2 സാക്ഷികൾ നമ്മൾ നാളെ ചിന്തിക്കും അവരാരാണ് എന്നുള്ളത് മനസ്സിലായി. സാക്ഷ്യം തികച്ചു നിൽക്കുന്ന അന്ന് എതിർക്രിസ്തുവിനോട് പോരാടി അവര് മരണത്തിൽ കീഴ്പ്പെട്ട് അവർ വീഴുമ്പോൾ സാത്താനോട് പോരാടി അവരെ ജയിച്ച് അവരെ കൊന്നുകളയുന്നു. അവരെ സ്വർഗത്തിലേക്ക് എടുക്കുന്ന സമയത്ത് നടക്കുന്നത്
ഒന്നാം സ്വർഗത്തിലെയും രണ്ടാം സ്വർഗത്തിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാർ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഈ വിശുദ്ധന്മാർ എവിടെയൊക്കെയാണ് എന്നുള്ളതും എപ്പോഴാണ് ഒരു പുനരുത്ഥാനം സ്വർഗാസ്വർഗം എടുക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ പഠിപ്പിക്കൽ നമുക്കുണ്ട്. അത് ഇവിടെ മർമ്മമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ഗ്രഹിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നമുക്ക് സകല മനുഷ്യരെയും അവിടെ പുനരുത്ഥാനങ്ങളുടെ ബന്ധത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ അത് കാണണമെങ്കിൽ ഇത് കേവലം രണ്ട് വ്യക്തികളായിട്ട് കണക്കാക്കാതെ രണ്ട് സമൂഹങ്ങളായി കണ്ട് ചിന്തിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രിയിലെ ക്ലാസ്സിന് വിരാമം കുറിക്കും. ദൈവം വെച്ചാൽ നാളെ ഈ രണ്ട് സാക്ഷികളുടെ പുനരുത്ഥാനം എന്തിനെ കുറിക്കുന്നു അതിനെക്കുറിച്ചുള്ള ആഴമേറിയ കാര്യങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതെ പോവുകയോ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമോ ഉണ്ടെങ്കിൽ ദയവായിട്ട് ബൈബിൾ ക്ലാസ്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കുറിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. വിശേഷം ഓർപ്പിക്കുന്നു. എന്തെങ്കിലുമൊക്കെ രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന് വിശേഷം ഓർപ്പിക്കുന്നു. മൗനമായിട്ടിരിക്കാതെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അത് ഗ്രഹിക്കണമെന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പലരും എൻ്റെ അകത്ത് കുറിക്കുന്നുണ്ടല്ലോ. 47ാമത്തെ ക്ലാസ്സിൽ ഒരുപാട് പേര് ഇത് ഒരു പ്രാവശ്യം ക്ലാസ് കേട്ട് പലരും അതിൻ്റെ അഭിപ്രായം എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സമ്പാദിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതാം. മനസ്സിലാകുന്നത് എഴുതാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് എഴുതാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സഹകരിക്കുന്നു. നന്ദി പറയുന്നു. കർത്താവ് നമ്മെ സഹായിക്കുന്ന നാളെ ദൈവം വെച്ചാൽ 11ാം അധ്യായത്തിൽ ബാക്കി പറഞ്ഞിരിക്കുന്ന രണ്ട് സാക്ഷികളുടെ മരണം, അവരുടെ പുനരുത്ഥാനം എന്തിനെ കുറിക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കും. രാത്രിയിൽ ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും നിങ്ങളുടെ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് ക്ലാസ്സൊക്കെ വിരാമിടുന്നു.